Praise Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदना. ഒരു ദിവസം കൂടെ കൃപയാൽ കർത്താവ് നമുക്ക് ദാനമായി നൽകി. और एक दिन प्रभु ने हमको अनुग्रह से दिया. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസവും കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടി നമുക്ക് നൽകിയതാണ്. आमीन. और मैं विश्वास करता हूँ कि आज का दिन भी प्रभु ने जो हमको दिया है वो अनंतता के लिए तैयार होने के लिए दिया है. പ്രിയമുള്ളവരെ, നമ്മളൊരിക്കലും നിയാത്ത നാഴികൾ നമ്മുടെ കർത്താവ് വരും. प्रियो, हम जब भी सोच नहीं सकते ऐसा समय पर प्रभु आएगा. അങ്ങനെയാ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ऐसा प्रभु ने हमसे कहा है. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം, നമ്മൾ ജാഗരൂകരായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പ് കർത്താവ് തന്നിട്ടുണ്ട്. इसके लिए वचन कहता है कि हमें तैयार रहना है, हमें फिर उत्तेजना से बने रहना है, जागरूक रहना है, इंतजार करना है. ऐसा सब बातें वचन कहता है. ഇന്നും കർത്താവ് തന്റെ ശബ്ദം നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. आज भी प्रभु अपने बातों से हमें बातें सुना रहा है. ദൈവത്തിന് പറയാനുള്ളതെല്ലാം തന്റെ വചനത്തിലൂടെ തന്റെ ദാസന്മാരിലൂടെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. परमेश्वर जो भी कहना है वो अपने वचन के द्वारा, अपने दासों के द्वारा हमको पहुंचा रहा है. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് ദൈവവചനം തന്നെയാണോ ദൈവത്തിനുള്ളതാണോ എന്ന് നമ്മൾ വിവേചിക്കേണ്ടത് കേൾക്കുന്നവരുടെ കർത്തവ്യമാണ്. इसके लिए हम जो भी बातें सुनते हैं वो प्रभु की ओर से है कि नहीं, ये बात को परखना सुनने वालों का जिम्मेदारी है. കർത്താവ് അയക്കുന്ന തന്റെ ദാസന്മാരിലൂടെ തന്റെ വചനം തന്റെ ജനത്തെ അറിയിക്കും. क्योंकि प्रभु को जो संदेश है वो प्रभु अपने दासों के द्वारा अपने लोगों को बताएगा. ഈ അന്ത്യനാളുകളിൽ നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന ദൂതുകളാണ് കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. अंतिम दिनों में हमको जो जरूरत है वो जरूरत के संदेश प्रभु हमको सुना रहा है. പലരും വിളിച്ചു പറയാറുണ്ട്, ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെയും കർത്താവ് ഞങ്ങളോട് ആഴമായി സംസാരിച്ചു, ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് പലരും സാക്ഷ്യം പറയുന്നുണ്ട്. बहुत लोग फोन करके ये बताते हैं कि हम लोग जो भी मैसेज सुने वो हमारे लिए बहुत ही आशीषमय हुआ, आनंद का कारण हो गया बोलकर वो लोग अच्छा गवाही दे रहे हैं. അതിന്റെ അർത്ഥം അവർ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ആ വചനങ്ങളെ അവരുടെ ജീവിതത്തിൽ പകർത്തുവാൻ അവർ ഉത്സാഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. उसका मतलब यही है कि वो अपना वचनों को अपने जीवन में वो लोग लागू करने के लिए एकदम उत्साह के साथ ध्यान पूर्वक वो लोग सुन रहे हैं. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുന്ന ഓരോ വചനത്തിനെ അനുസരിച്ച് നമ്മളെ തന്നെ തിരുത്തുവാൻ, നമ്മൾ തിരുത്തേണ്ട ഭാഗങ്ങളൊക്കെ തിരുത്തുവാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. इसके लिए हम लोग जब भी वचन सुनते समय में हमारे जीवन में या हमारे भागों में जो बातों में सुधार का जरूरत है वो सब सुनने का वचन के आधार पर हमें सुधार लाना है. നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇനിയും മുന്നേറുവാനായിട്ട് തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെ മാറ്റുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. और अभी आगे हम चलते समय में जिन बातों में हमें आगे बढ़ना है या जो हमारे लिए रुकावट है उस रुकावट को पार करके आगे बढ़ने वाले बातों को भी उसमें वचन के द्वारा उसको पूरा करना हमारा जिम्मेदारी है. എന്നാൽ പലപ്പോഴും ദൈവമൊക്കെ ഒരു വലിയ പരാജയം, അവർ കേൾക്കുന്നെങ്കിലും അത് അനുസരിക്കുന്നില്ല എന്നുള്ളത്. लेकिन बहुत बार विश्वासी लोगों का जीवन में आने वाला एक हार का कारण यह है कि वचन तो लोग सुनते हैं लेकिन उसका आगे का पालन नहीं कर पाते. നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമുക്ക് അനുസരിക്കാനുള്ള മനോഭാവത്തോടെയാണോ നാം കേൾക്കുന്നത്? क्या इन दिनों में सुनने वाला वचनों को हम जब सुनते हैं क्या हम लोग उसको पूरा करने या आगे का पूरा पालन को पूरा करने की इच्छा से हम सुन रहे हैं? क्या നമുക്ക് വാസ്തവമായിട്ടും കർത്താവിന്റെ വചനത്തോടുള്ള വിശപ്പും ദാഹവും ഉണ്ടോ? क्या सच्चा रीति में हमें वचन के लिए भूख और प्यास है? क्या സത്യം അറിയുവാനും ആ സത്യത്തെ പിൻപറ്റുവാനുള്ള ഒരു നല്ല തീരുമാനം നമുക്കുണ്ടോ? सत्य जानने के लिए और उसी सच्चाई के पीछे चलने का एक अच्छा मनोभावना है? क्या ഏതായാലും ദൈവം ഏൽപ്പിച്ച ദൂത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ദേവദാസന്മാരെന്നുള്ള നിലയിൽ ഞങ്ങളുടെ കർത്തവ്യമാണ്. लेकिन प्रभु का वचन जैसा है वो और क्या है वो बातें आप लोग को बताना परमेश्वर की ओर से हम प्रभु के दासों का जिम्मेदारी है. ഒരിക്കൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം തന്നെ യെഹെസ്കേൽ പ്രവാചകനോട് ഇങ്ങനെ പറയുകയുണ്ടായി. एक बार इस्राएल के विषय में एजेकियल भविष्यवक्ता ने इस्राएल के लोगों को एक बात कहा. യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, एजेकियल भविष्यवक्ता को परमेश्वर ने कहा. എന്താ പറയുന്നത് അറിയാമോ? क्या कहा? യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം. उसका 2 अध्याय वाक्य 7. इसलिए चाहे वे सुने या न सुने तो भी तू मेरे वचन उनसे कहना. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. वो भले सुने या ना सुने तुम मेरा वचन उनको सुनाना. അപ്പോൾ ദൈവത്തിന് പറയാനുള്ളത് അവർ കേൾക്കുകയാട്ടെ കേൾക്കാതിരിക്കുകയാട്ടെ ചെയ്യട്ടെ, പക്ഷെ നീ എന്റെ വചനങ്ങളെ നീ അവിടെ അറിയണം. तो वो लोग भले सुने या ना सुने, कैसा भी परिस्थिति क्यों ना हो, तुम मेरा वचन को सुनाओ. നമുക്ക് പറയാനുള്ളത്, കർത്താവ് നമുക്ക് ഈ നൽകുന്ന ഈ വചനങ്ങൾ കേട്ടിട്ട്
നമ്മൾ കേട്ടില്ല എന്നുള്ള കൂട്ടത്തിൽ പെടരുതേ എന്നുള്ള ഒരു അപേക്ഷയുള്ളത്. मेरा तो बस एक ही अपेक्षा है कि हम जो वचन सुनते हैं वो ना सुनने वालों के झुंड में हम लोग ना गिना जाए. നമ്മൾ കേട്ട് അനുസരിക്കുന്നതിന്റെ കൂട്ടത്തിലായിരിക്കട്ടെ. हम लोग वचन सुनकर उसका पालन करने के झुंड में हो जाए. അപ്പോൾ ഞങ്ങൾ ഇത്ര വിശ്വസ്തയോടുകൂടി ഇത് കേൾപ്പിക്കാൻ കാരണം എന്താണ്? तो हम लोग इतना विश्वास योग्य होकर इसको सुनाने का इतना उत्तेजना में क्यों कर रहे हैं हम लोग? കാരണവും ദൈവം പറയുന്നുണ്ട്. क्योंकि उसका कारण भी प्रभु बताता है. അതിന്റെ 5-ാം വാക്യത്തിൽ वाक्य 5 में കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. वाक्य 5 पूरा पढ़े. प्रभु यहोवा यो कहता है, इससे वे जो बलवा करने वाले घराने के हैं, चाहे वे सुने या न सुने, तो भी वे इतना जान लेंगे कि हमारे बीच एक भविष्यवक्ता प्रकट हुआ है. അത് എത്ര വലിയ കാര്യമാണ്! वो कितना बड़ी बात है. ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. हमारे बीच में एक भविष्यवक्ता था. പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് തന്റെ ജനത്തിന് കൊടുക്കുന്നവൻ എന്ന അർത്ഥമുള്ളൂ പ്രവാചകൻ. भविष्यवक्ता का मतलब क्या है? जितना बातें प्रभु से प्राप्त किया है उसको वैसे के वैसे ही बताना. അപ്പോൾ പ്രവാചകൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നു, പുരോഹിതൻ ജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇത് രണ്ട് ശുശ്രൂഷ. അത് രണ്ട് ശുശ്രൂഷയും പുതിയ നിയമ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉണ്ട്. तो और भविष्यवक्ता का काम क्या है? जो प्रभु ने उसको वाणी दिया है उसको वैसे के वैसे ही बताना. और याजक का काम क्या है? अपने लोगों के लिए मध्यस्थी करना. ये दोनों सेवा अलग अलग है और ये दोनों सेवा नए नियम में हर एक विश्वासी को करना है. അത് നമ്മൾ 1 പത്രോസ് 2:9 വായിക്കുന്നുണ്ട്. वो हम लोग पहला पत्रोस 2:9 में हम देखते हैं. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ വിരോധവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. हम लोग वहां पर पढ़ते हैं पहला पत्रोस 2:9 में कि हम लोग एक चुना हुआ वंश है, चुना हुआ वंश और राजपदधारी याजकों का समाज और पवित्र लोग और परमेश्वर की नीच प्रजा हो. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് നമ്മളെ കുറിച്ച്, നമ്മളെ ദൈവം ആരാക്കി വെച്ചിരിക്കുന്നു, നമ്മുടെ നിയോഗത്തെ കുറിച്ചൊക്കെ അവിടെ വളരെ വ്യക്തമായും പറഞ്ഞിരിക്കുക. तो उस वाक्य में हम लोग स्पष्टता से हम देख सकते हैं कि प्रभु ने हमें किस बुलावट से बुलाया है और हमारा क्या पद्धति और क्या अवस्था है करके. ആ നിലയിലുള്ള ശുശ്രൂഷകളെല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കണം. वो सब बातों में हम लोग विश्वास योग्य रहना है. ദൈവം അയക്കുന്ന വചനത്തിന്റെ പിന്നാലെ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. प्रभु ने जो वाक्य भेजा है उसका क्रिया क्या होगा करके विषय में यिर्मयाह का पुस्तक 1 अध्याय वाक्य 12 में हम देखते हैं. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് അരുളി ചെയ്തു. पढ़ेंगे. तुझे ठीक दिखाई पड़ता है क्योंकि मैं अपने वचन को पूरा करने के लिए जागरूक हूँ. അപ്പോൾ ദൈവത്തിന്റെ വചനം ദൈവം അയച്ചു കഴിഞ്ഞാൽ ദൈവം മൗനമായിരിക്കുകയല്ല, ദൈവം അതിന്മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. താൻ അയച്ചിരിക്കുന്ന ആ വചനം പൂർണ്ണമായി നിവർത്തിക്കുവാൻ ദൈവം ജാഗരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. तो अभी हमने क्या पढ़ा कि प्रभु जब वचन भेजता है वो वचन भेजने के बाद उधर शांत नहीं बैठता बल्कि उसके पीछे वो कार्य करता है. वो हमेशा जागरूक रहता है कि वो वचन को पूरा करे. അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടി ഞാൻ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 11-ാം വാക്യമാണ്. उसी के साथ साथ उस आधार पर यशायाह 55 का 11 भी हम पढ़ेंगे. എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. उसी प्रकार से मेरा वचन भी होगा, जो मेरे मुंह से निकलता है वह व्यर्थ ठहरकर मेरे पास न लौटेगा, परंतु जो मेरी इच्छा है उसे वह पूरा करेगा और जिस काम के लिए मैं उसको भेजा है वो सफल करेगा. അപ്പോൾ ദൈവം തന്റെ വചനം അയക്കുന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. तो प्रभु जब वचन भेजते समय में उनका एक उद्देश्य रहता है और वो उद्देश्य को पूरा कर ही प्रभु आगे कार्य करेगा. നമുക്കറിയാം, നാം ഈ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള അനേക സൃഷ്ടികളുണ്ട്. അതെല്ലാം തന്റെ വചനത്താൽ ദൈവം സൃഷ്ടിച്ചേ. हम देखते हैं कि इस दुनिया में ऐसे बहुत से देखे अनदेखे सृष्टि और जीविया है, ये सब प्रभु ने अपने शब्द से बनाया है. അപ്പോൾ ഈ വചനത്താൽ സൃഷ്ടിച്ചത്, ഈ വചനത്താൽ കർത്താവ് അതിന്റെ ശക്തിയാൽ കാക്കുകയും ചെയ്യും. इसलिए जो बातें वचन के द्वारा बनाया गया है वो अपने वचन के सामर्थ्य से सब बातों को संभाल भी रहा है. ദൈവവചനത്തിന്റെ ശക്തിയെ കുറിച്ചൊക്കെ നമുക്ക് വളരെ പരിമിതമായ അറിവേ ഉള്ളൂ. परमेश्वर के वचन का और उनका सामर्थ्य के बारे में
में जो हमें जानकारी मिला है हमारे पास है वो बहुत ही कम है। അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, തിരുവചനത്തെ നമുക്ക് ലഭിച്ചത് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്നുള്ളൊരു വലിയ തെളിവാണ്. इसके लिए प्रभु का वचन जो हमको मिला है हमें वो हमारे लिए कितना भाग्य अवस्था है करके ये सबूत है। അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്കറിയാം, സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന 3 ശ്രേഷ്ഠമായ ദാനങ്ങളാണ്. 1 വചനം, 2 പരിശുദ്ധാത്മാവ്, 3 ദൈവത്തിന്റെ ദാസന്മാർ. हम जानते हैं कि कलीसिया के बढ़ोतरी के विषय में प्रभु ने जो 3 दान कलीसिया को दिया है वो है एक वचन, पवित्र आत्मा और प्रभु का दास। ഇത് വളരെ വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ്. ये बहुत ही खास बात है। ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള തിരികിതം അറിയാനോ നിത്യതയെക്കുറിച്ച് അറിയാനോ അല്ല കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം നടന്നു എന്ന് അറിയാനോ വല്ലോ സാധ്യതയുണ്ടോ? परमेश्वर का वचन अगर नहीं रहता तो परमेश्वर का इच्छा क्या है, वो क्या उद्देश्य करता है, गए दिनों में क्या क्या बातें हुआ, ये सब बातें हम कभी जान पाते थे? ദൈവവചനത്തിലൂടെ ദൈവവിവരം എല്ലാം നമുക്ക് വെളിപ്പെടുത്താനിരിക്കുക. बल्कि प्रभु के वचन के द्वारा उनका हृदय का सब आग्रह को वो हमारे सामने खुला करके रखा है। ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായി, ये सृष्टि कैसा बना, ഇനി ഇതിന്റെ അവസാനം എന്തായിരിക്കും, अब इसका अंत क्या होगा, എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ദൈവം തന്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നു. सभी बातें प्रभु ने अपना वचन में एकदम स्पष्ट के रीति में खुला करके दिया है। മനുഷ്യന്റെ അവസ്ഥ എന്താണ്, हमारा मनुष्य का अवस्था क्या है, ഇന്ന് മനുഷ്യൻ എന്താണ്, आज मनुष्य क्या है, ഇനി ഭാവിയിൽ എന്താകാൻ പോകുന്നു, और भविष्य में क्या होगा, ദൈവത്തിന്റെ നിത്യ പദ്ധതി എന്താണ്, परमेश्वर का अनंत काल का उद्देश्य क्या है, എല്ലാം തന്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുക. वो सब प्रभु अपना वचन के द्वारा प्रकट किया है। ഒരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തെ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. एक तरफ से देखा जाए तो प्रभु का वचन पढ़ते समय में प्रभु का मन हमारे सामने खुला हुआ है, उस अर्थ में हम वचन को पढ़ सकते हैं। ഇവിടെ ഈ വചനം വായിക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ വായിക്കണേ. इसलिए प्रियो जब वचन पढ़ते समय में उसका गंभीरता क्या है समझकर पढ़ना। യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ വചനം വായിക്കുകയല്ല, വചനം നമ്മളെ വായിക്കുക ചെയ്യുന്നേ. तो इधर वास्तव में देखा जाए तो हम वचन को नहीं पढ़ रहे बल्कि वचन हमें पढ़ रहा है। നമുക്കറിയാം, ഈ വചനത്തിലെ സത്യങ്ങളെ അന്വേഷിച്ചു പോയ അനേകരും ഇതിനെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധയോടെ വായിച്ച് പലരും രക്ഷിക്കപ്പെട്ടെന്ന് കർത്താവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കുക. हमें इतिहास ये गवाह है कि इस वचन को जब पढ़ते समय में इस वचनों में लोग जब गलतियां ढूंढने के लिए वचन पढ़ने शुरू किया, वो वचन ही उनके अंदर कार्य करके ये लोग नया जन्म पाया और अनंतता के लिए वो लोग सेवक बन गए। അപ്പോൾ അവരത് ശ്രദ്ധയോടെ വായിച്ചപ്പോൾ ദൈവം അവരോട് കൃപ ചെയ്തു. तो वो लोग ने जब वचन ध्यान पूर्वक पढ़ा तो प्रभु ने उनके ऊपर अनुग्रह दिया। അവരുടെ ശക്തി കൊണ്ടോ അവരുടെ കഴിവുകൊണ്ടോ അല്ല അവർ രക്ഷിക്കപ്പെട്ടെ, ദൈവം അവരുടെ മേൽ കൃപ ചെയ്തു എന്നുള്ള വാസ്തവം. तो उनका सामर्थ्य या उनका बुद्धि की वजह से ही उद्धार पाया, बल्कि प्रभु ने उनके ऊपर अनुग्रह किया इसके लिए, അത് അവർ തന്നെ അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. और वो लोग खुद इस बातों में गवाही भी देता है। അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ നമ്മൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. तो इस विषय में इसके लिए आज हम लोग इस वचन के लिए हम लोग कितना समर्पण करते हैं, कितना हम लोग समय देते हैं इस वचन में हमारे अंदर कार्य करने के लिए। നമ്മുടെ കഴിവുകൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല. हमारे काबिलता से या बलबूते से हम लोग कुछ भी हम लोग हासिल नहीं कर सकते। എല്ലാത്തിനും ദൈവത്തിന്റെ കൃപ വേണം. सब बातों में प्रभु का अनुग्रह चाहिए। കർത്താവ് നമ്മളെ സഹായിക്കാതെ നമുക്ക് ഒന്നും കഴിയില്ല. जब तक प्रभु सहायता नहीं करेगा तब तक हमसे कुछ नहीं हो पाएगा। കാരണം വളരുമാറാക്കുന്നവൻ ദൈവമാണ്. क्योंकि बढ़ाने वाला भी प्रभु है। നമ്മുടെ പരിശ്രമത്തിലൂടെ ഒന്നും നമുക്ക് വളരാൻ കഴിയില്ല. हमारे मेहनत से हम कभी नहीं बढ़ सकते। അപ്പോൾ ഇവിടെ നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണന്റെ രക്ഷ എന്നുള്ള വിഷയം നിങ്ങൾക്ക് ഏറെക്കുറെ അല്പമെങ്കിലും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. तो ये मैं विश्वास करता हूँ कि इन दिनों में हम प्राण के उद्धार के विषय में हम जो पढ़ रहे हैं वो आप लोगों को समझ में आ रहा है। നമുക്ക് പ്രാർത്ഥനയോട് കൂടി തന്നെ നമുക്ക് വീണ്ടും അത് തുടർന്നു പോകാം. इसके लिए प्रार्थना पूर्वक हम उस विषय में आगे बढ़ते रहे। നിങ്ങൾ ഈ വിഷയങ്ങളിൽ വളരെ ആഴമായി നിങ്ങൾ അറിയുകയും നമ്മുടെ പ്രാണന്റെ രക്ഷ പ്രാപിച്ച് നിത്യതയോടുള്ള ബന്ധത്തിൽ അത് വലിയ നേട്ടമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. तो इन दिनों में हमें इस प्राण का उद्धार के विषय में अच्छी तरह से हम समझे, उसको अच्छी तरह से हम लोग पढ़े, गहराई में हम समझकर प्राण के उद्धार के विषय में और राज्य में बढ़ोतरी और विजयी जीवन जीने का कारण बने। നമുക്ക് അതിന് ആധാരമായിട്ട് ഇന്ന് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. पहला पत्रोस 1 अध्याय उसका 6 से 9 आज हम पढ़ेंगे। इस कारण तुम मगन होते हो, यद्यपि आवश्य है कि अभी कुछ दिन के लिए नाना प्रकार की परीक्षाओं के कारण दुख में हो, और यह इसलिए है कि तुम्हारा परखा हुआ विश्वास, जो आग से ताए हुए नाशवंत सोने से भी कई अधिक बहुमूल्य है, यीशु मसीह के प्रकट होने पर प्रशंसा और महिमा और आदर का कारण ठहरे। 9 तक
उसे तुम बिन देखे प्रेम रखते हो और अब तो उस पर बिन देखे भी विश्वास करके ऐसे आनंदित और मगन होते हो जो वर्णन से बाहर और महिमा से भरा हुआ है, और अपने विश्वास का प्रतिफल अर्थात आत्माओं का उद्धार प्राप्त करते हो. ഇവിടെയും ആത്മാവിന്റെ ഉദ്ധാരം എന്നുള്ളത് ദേഹിയുടെ ഉദ്ധാരമാണ്. അവിടെ ഹിന്ദിയിലും തെറ്റി. तो वहाँ पर आत्मा का उद्धार नहीं है बल्कि वो प्राण का उद्धार के बारे में है, जो हिंदी में भी वो गलत हो गया है. प्राण का उद्धार आना चाहिए वाक्य 9 में. मराठी एंगനെയാ नववचन जीवाचे तारा. मराठी में बराबर आया, इंग्लिशिला सोल. അപ്പോൾ ഇംഗ്ലീഷിൽ में भी सही आया, हिंदी തെറ്റിപ്പോയി, മലയാളവും തെറ്റിപ്പോയി. तो उसमें मलयालम और हिंदी में वो गलत है, लेकिन मराठी और इंग्लिश में पढ़ा तो उसमें प्राण करके लिखा है. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അന്തമായ പ്രാണരക്ഷ പ്രാപിക്കുകയും, അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അന്തം എന്ന് പറയുമ്പോൾ പ്രാണരക്ഷയെ കുറിച്ച് അവിടെ പറയുന്ന വിഷയം. तो हमारा विश्वास का अंत क्या है? प्राणों का उद्धार. അപ്പോൾ നമ്മള് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മലയാളികളായിട്ടുള്ള പലരും ഈ വിഷയത്തിൽ ഭയങ്കര കസരത്ത. ആത്മരക്ഷ എന്ന് പറഞ്ഞിട്ട് ആത്മരക്ഷ പ്രാപിച്ചവരല്ലേ ഈ കേൾക്കുന്നത്? ആത്മരക്ഷ പ്രാപിച്ചവരല്ലേ ഇനിയും രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത്. तो अभी मलयाली लोग में जब हम वाक्य पढ़ते समय में उसमें बहुत तकलीफ होता है, क्योंकि उद्धार पाए हुए लोगों के विषय में ये लिखा गया ना, तो फिर कौन सा उद्धार पाने का या विश्वास में उद्धार के बारे में कौन सा लिखा गया? ये प्राण के उद्धार के बारे में. प्राण के उद्धार में हमें आगे बढ़ना है, उसी उद्धार में हमें चलते रहना है, उस विषय में लिखा गया है. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് നമുക്ക് നിശ്ചയമായിട്ടും അവിടെ എഴുതിയിരിക്കുന്ന ആ വചനം ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ അബദ്ധമായി മാറും. तो इसके लिए हमें प्रभु का वचनों को अगर सही रीति से अगर समझ में नहीं आएगा तो उसका हम लोग गलत अर्थ समझकर हम लोग गलत में गिर जाते हैं. അപ്പോൾ നമുക്ക് ഇപ്പോൾ അല്പസമയത്തേക്ക്, ഈ അല്പസമയം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് മുതൽ ഒന്നെങ്കിൽ മരണം വഴി നമ്മൾ ലോകത്ത് മാറ്റപ്പെടുന്നവരെയോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവരെയോ ഈ സമയം നമ്മളോടുള്ള ബന്ധത്തിൽ, നിത്യതയോടുള്ള ബന്ധത്തിൽ വളരെ അല്പസമയം മാത്രമാണ്. तो इसके लिए अभी हमें जो थोड़ा समय हमें मिला है, थोड़ा समय करके बोले समय में उद्धार पाने का उस दिन से लेकर हम या शरीर में मरकर हम लोग इस दुनिया को छोड़े या फिर प्रभु का आगमन में प्रभु में उठा लिया जाए, वो छोटा सा समय अगर अनंतता के साथ अगर तुलना करेगा तो एकदम थोड़ा ही है. इसलिए मैंने कहा छोटा सा समय. നമ്മൾ അതിനെക്കുറിച്ച് പൗലോസ്ലീഹ മറ്റൊരു ഭാഗത്ത് എഴുതിയ ഒരു വാക്യം പെട്ടെന്ന് ആത്മാവ് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വായിക്കട്ടെ. 2 കൊരിന്ത്യർ 4:17 വായിക്കുന്നത്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഫലം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തെ കുറിച്ച് പറയുന്നത് നൊടി നേരത്തേക്ക്, നൊടി നേരം. 2 कोरिन्दी उसका 4 अध्याय वाक्य 17 में वहां पर हम देखते हैं. 2 कोरिन्दी 4:17 जो हमने पत्रोस में पढ़ा, उसी के आधार में पौलुस देखो क्या कहता है. हमारा पल भर का हल्का सा क्लेश हमारे लिए बहुत ही महत्वपूर्ण और अनंत महिमा उत्पन्न करता जाता है. पल भर का क्लेश. അപ്പം നമ്മുടെ ജീവിതത്തില് ദുഃഖങ്ങളും പ്രയാസങ്ങളും വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പലരുടെയും ധാരണ അവർക്ക് ദുഃഖമൊന്നും പാടില്ല, പ്രയാസങ്ങൾ പാടില്ല, കഷ്ടപ്പാട് പാടില്ല, അങ്ങനെ നിന്ദകൾ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിക്കാർക്ക് ഒരിക്കലും ഈ പ്രാണന്റെ രക്ഷയിൽ വളരാൻ കഴിയില്ല. तो हमें विश्वासी हो जाने के बाद हमें कष्ट नहीं होगा, तकलीफ नहीं होगा, सुकून का जिंदगी जाना चाहिए, कोई भी क्लेश आ जाए, आपत्ति हमारे ऊपर नहीं आए, ऐसा सब सोच विचार रखने वाले विश्वासियों को कभी भी प्राण के उद्धार में बढ़ोतरी नहीं पाने होगा. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാവിൽ സ്വർഗീയമായ സന്തോഷവും സമാധാനവും പ്രത്യാശയെല്ലാം ഉണ്ട്. तो हमें उद्धार पाए हैं करके हम जब बोलते समय में ये बात सच है कि हमारा आत्मा का उद्धार हो गया है, जिसके वजह से क्या स्वर्ग का आनंद, स्वर्ग का शांति, ये सब बातें हमें मिल चुका है. ഇന്ന് നമ്മള് സ്വർഗത്തിലേക്ക് പോകുന്നതിന് പകരം സ്വർഗം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. आमेन. आज हम लोग स्वर्ग में जाने से भी उत्तम बात, स्वर्ग हमारे अंदर आ चुका है. ये बात में हमें कितना आनंद मिलना चाहिए. പലരും സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. बहुत लोग स्वर्ग में जाने के लिए इंतजार कर रहे हैं. ഞാൻ പറയുന്നത് ഇന്ന് നമ്മളിലെ ഉള്ളിലേക്ക് സ്വർഗം വന്നില്ലേ? लेकिन मैं कहना चाहता हूँ कि आज हमारे अंदर स्वर्ग आया नहीं क्या? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് നമുക്കറിയാം. അവിടുത്തെ പൂന്തോട്ടമോ, അവിടുത്തെ സ്വർണ്ണ തിരുവീതിയോ, അവിടുത്തെ സിംഹാസനങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള കിരീടങ്ങളോ ഒന്നും അല്ല പ്രിയമുള്ളവരെ. तो स्वर्ग को स्वर्ग क्या बनाता है? उसका बगीचा, उधर का सोने का जगह, जो सोने उनका जो जमीन है जो एकदम सोने का शीशे के समान है, या फिर उधर का सिंहासन, अधिकार, क्या ये सब बातें उसे स्वर्ग बनाता है क्या? ചിലര് അവിടെയുള്ള വലിയ വൻ മാളികയും അവിടെ കിട്ടാൻ പോകുന്ന ബംഗ്ലാവിനെ കുറിച്ചൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. उधर कुछ लोग क्या सोचते हैं कि देखो प्रभु ने हमारे लिए जगह तैयार किया है, बोलो तो मतलब क्या
अरे हमको बहुत बड़ा जमीन मिलेगा, बहुत बड़ा बंगला मिलेगा, ऐसा सब विचारों में स्वर्ग को देख के बैठा है। എനിക്ക് എത്ര ഏക്കർ സ്ഥലം കിട്ടും, എനിക്ക് എത്ര ഏക്കറിന്റെ ബംഗ്ലാവ് കിട്ടും, ഇതൊക്കെയാണോ പ്രിയമുള്ളവർ സ്വർഗീയ സന്തോഷത്തിന്റെ അർത്ഥം? तो मुझे कितना एकड़ जमीन मिलेगा, मुझे कितना एकड़ बंगला मिलेगा, क्या ये सब बातें है क्या स्वर्गीय आनंद? അത് നമ്മൾ പുതിയ യെരുശലേമിനെ കുറിച്ച് ശരിയാവണ്ണം മനസ്സിലാക്കാത്തതുകൊണ്ട് वो सब हमें नया यरूशलेम के बारे में सही अर्थ हमने समझा नहीं है। इसके लिए അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് സ്വർഗത്തെ സ്വർഗമാക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മളിൽ ഉണ്ട്. आमीन। आज हमें जो स्वर्ग को स्वर्ग बनाता है वो व्यक्ति जो प्रभु यीशु मसीह है, वो व्यक्ति आज हमारे अंदर है। നമ്മള് ഇനി കർത്താവ് ഇനി നരകത്തിലാ വാർക്കുന്നെങ്കിൽ നമുക്ക് ആ നരകത്തിൽ പോയി ഇരിക്കുന്നതാണ് നമ്മുടെ സ്വർഗം. तो इसके लिए अगर प्रभु अगर नरक में जाकर बसा है तो हम भी प्रभु के साथ वो नरक में जाकर बसना ही अच्छा उत्तम है, क्योंकि वो नरक अभी स्वर्ग हो चुका है, क्योंकि प्रभु वहां पर है। കാരണം കർത്താവ് ഉള്ളിടമാ സ്വർഗം. क्योंकि जिधर प्रभु है वो है स्वर्ग। അപ്പോൾ ഇന്ന് സ്വർഗം എവിടെയുണ്ട്? तो आज स्वर्ग किधर है? ഇന്ന് സ്വർഗം നമ്മുടെ ആത്മാവിലുണ്ട്. आमीन। आज स्वर्ग हमारे आत्मा में है, കാരണം കർത്താവ് നമ്മുടെ ആത്മാവിലുണ്ട്. क्योंकि स्वर्ग हमारे प्रभु हमारे आत्मा में बसा है। രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരിലും കർത്താവ് അവരുടെ ആത്മാവിൽ വസിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, उद्धार पाए हुए नया जन्म पाए हुए हर एक विश्वासी के अंदर प्रभु उनके अंदर बसा है। നമുക്കറിയാം, പിന്നെ 2 തിമോത്തി 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ, 2 തിമോത്തി 4-ാം അധ്യായം 22-ാം വാക്യം, दूसरा तिमोथी 4:22, दूसरा तिमोथी 4:22। യേശുക്രിസ്തു നിന്റെ ആത്മാവോട് കൂടെ ഇരിക്കട്ടെ. യേശുക്രിസ്തു എവിടെ ഇരിക്കട്ടെ? യേശുക്രിസ്തു നിന്റെ ആത്മാവോട് കൂടെ ഇരിക്കട്ടെ. पढ़ेंगे, प्रभु तेरी आत्मा के साथ रहे। हाँ, प्रभु तेरे आत्मा के साथ रहे या आत्मा में रहे। അപ്പോൾ നമ്മുടെ ആത്മാവിൽ കർത്താവുണ്ട്. तो हमारे आत्मा के साथ प्रभु है। നാം രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നു. हम उद्धार पाने के बाद प्रभु हमारे आत्मा में आ चुका है। ഇന്ന് കർത്താവിന്റെ സംഭാഷണം മുഴുവനും നമുക്ക് ആത്മാവിൽ കേൾക്കുവാൻ കഴിയണം. आज प्रभु जो हमसे जो भी बात करता है वो सब हमें आत्मा में सुनना है। ഇന്ന് നമ്മള് ദൈവവചനം കേൾക്കുന്നതിന് മുൻപും നമുക്ക് ആത്മാവിൽ ദൈവസ്വരം കേൾക്കാൻ കഴിഞ്ഞു. तो आज भी हम लोग जब सुबह उठते समय में सवेरे में प्रभु का आत्मा में प्रभु का बातचीत को हमें सुनने मिला क्या? നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ആ പിതാവിനോട് സംസാരിക്കാൻ കഴിഞ്ഞോ? हमें हे अब्बा करके पिता पुकार कर उस प्रभु के परमेश्वर के साथ बात करने हुआ क्या? നമ്മള് റോമാലേഖനം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, रोमियो का पुस्तक 8:16 में हम पढ़ते हैं, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. पढ़ेंगे, आत्मा आप ही हमारी आत्मा के साथ गवाही देता है कि हम परमेश्वर की संतान हैं। आमीन। എത്ര വിലപ്പെട്ട കാര്യമാണ്! कितना मूल्यवान बात है वो, വളരെ അഹിതമായ കാര്യമാണ്. बहुत ही आशीषित बात है वो। ക്രിസ്തീയ ജീവിതം എപ്പോഴും ആ സ്വർഗീയ സന്തോഷത്തോടെ മുന്നേറുന്ന ഒരു ജീവിതമാണ്. मसीह जीवन बोला तो उस आनंद में आगे बढ़ते रहने में है। നമുക്കറിയാം, പിന്നെ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാം വാക്യം, അത് വളരെ വിലപ്പെട്ട ഒരു വാക്യമാണ്. पहला कोरिन्थी उसका 6 अध्याय वाक्य 17 में बहुत ही मूल्यवान वाक्य है। 1 कोरिन्थियंस 6:17। കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവരുമായി ഏക ആത്മാവാകുന്നു. पढ़ेंगे, जो प्रभु की संगति में रहता है वो उसके साथ एक आत्मा हो जाता है। അപ്പോൾ കർത്താവിനോട് പറ്റിച്ചേരുന്നവനുമായി ഏക ആത്മാവാകുന്നു. जो प्रभु के संग रहता है वो उनके साथ एक आत्मा बन जाता है। അപ്പോൾ കർത്താവ് യോഹന്നാൻ 14-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ 14:20 में हम पढ़ते हैं, യോഹന്നാൻ 14:20, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. അപ്പോൾ നോക്കണം, ഇവിടെ കർത്താവ് പറഞ്ഞൊരു ഒരു പ്രത്യേക കാര്യമാണ്. पढ़ेंगे, मैं अपने पिता में हूँ और तुम मुझ में और मैं तुम में। കണ്ടോ, അപ്പോൾ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. तो प्रभु हम में बसा है। അതാണല്ലോ കർത്താവിനെ എപ്പോഴും നമ്മൾ കർത്തൃത്വം കൊടുക്കേണ്ട ആ പ്രാധാന്യത അവിടെയാണല്ലോ. इसी विषय में तो हमें यीशु प्रभु को प्रभुत्व देने का अवस्था हम समझते हैं। അപ്പോൾ വീണ്ടും ജനിച്ചവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ നമുക്ക് പരീക്ഷകളുണ്ട്. तो इसलिए नया जन्म पाए हुए विश्वासी को उनके लिए इस दुनिया में बहुत से कष्ट और क्लेश है। അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നാനാ പരീക്ഷ. उधर हमने पहला पत्रोस में हमने क्या पढ़ा? चारों तरफ का तकलीफ है। നിശ്ചയമായും പരീക്ഷ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. तो परीक्षा जब आते समय में दुख होता है। എന്നാലും അവിടെ പറയാണ്, അതിന്റെ 6-ാം വാക്യം 1 പത്രോസ് 1:6 ഞാൻ വായിച്ചത്. पहला पत्रोस 1:6 हमने पढ़ा, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. तो उधर हमने क्या पढ़ा कि चारों तरफ से अगर हमको थोड़े देर के लिए अगर क्लेश आए तो भी उसमें भी हम आनंदित करते हैं। കഷ്ടത്തിലും ആനന്ദിക്കുന്ന ഒരു വർഗം ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. अगर कष्ट में भी अगर कोई गोत्र है जो आनंदित करता है या कोई झुंड है जो आनंदित करता है, वो झुंड सिर्फ विश्वासी लोग हैं। നമുക്കറിയാം, ഈ ലോകത്തിൽ എത്രയോ പേര്
കഷ്ടങ്ങളെ കണ്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. तो इस दुनिया में ऐसे कितने लोग हैं जो कष्ट को देखकर खुदकुशी करते हैं. കഷ്ടം വരുമെന്ന് അറിയുമ്പോഴേ അവർ പോയി മരിക്കാൻ തയ്യാറാകുക. यानी कि वो लोग कष्ट को देख क्या ले लिया कि उनके ऊपर आएगा करके वो आपत्ति डर कर वो लोग खुदकुशी करते हैं. കൊറോണ വരുമെന്ന് പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പറിലൊക്കെ വായിച്ചു. हम लोग गए दिनों में पेपर में हमने पढ़ा मेरे ऊपर भी कोरोना आएगा बोलकर लोग डर कर लोग ने खुदकुशी कर दिया. എത്രയോ ഭയങ്കരമായ അവസ്ഥയാണ്. कितना भयंकर अवस्था है ना वो. അവർക്ക് അറിഞ്ഞുകൂടാ മരണാനന്തരം എന്താണ്. क्योंकि उन लोग नहीं जानते मृत्यु के बाद क्या होगा. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇനി എത്രയെല്ലാം പരിശോധനകൾ ഉണ്ടായാലും പരീക്ഷകൾ ഉണ്ടായാലും കഷ്ടങ്ങൾ ഉണ്ടായാലും ഒക്കെ ദൈവമക്കൾ ഒരിക്കലും അവിടെ ദുഃഖം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവരെ ആ ദുഃഖത്തേക്കാൾ അധികമായിട്ട് അവരെ സന്തോഷം അവർ അതിജീവിക്കുവാനുള്ള കൃപ കൊടുക്കുക. मैं तो इसके लिए विश्वासियों के ऊपर कितना भी क्लेश या कष्ट आते समय में वो उनको दुख अवस्था लाता है लेकिन उसमें दुखी ना होते हुए प्रभु का अनुग्रह उस पर उड़कर उस दुख पर भी विजय पाकर वो लोग आनंदित रहता है. നമുക്കറിയാം പിന്നെ റോമാലേഖനത്തിൽ തന്നെ പിന്നെ പൗലോസ് പറയുന്ന 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമുണ്ട്. रोमियो का पुस्तक 5वां अध्याय में पौलुस कहता है അതിന്റെ പിന്നെ 3 മുതൽ 3-4 വാക്യം उसका 3 और 4 അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും ഇവിടെ പ്രശംസിക്കുന്നു അത് സന്തോഷിക്കുന്നതാ പറയണ്ടേ. वरन हम क्लेशों में भी घमंड करें या जानकर कि क्लेश से धीरज और धीरज से खरा निकलना और खरे निकलने से आशा उत्पन्न होती है. तो क्लेश में भी घमंड करते हैं करके बोलते हैं समय में वो एक अर्थ में क्लेश में आनंदित करता है उस अर्थ को भी हम वैसे समझ सकते हैं. അപ്പോൾ അവിടെ എല്ലാവർക്കും സന്തോഷമാണ്. तो ये सब बातों में उनको आनंद है കാരണം അവർ കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തിട്ട് അവർ സന്തോഷിക്കുന്നത്. क्योंकि प्रभु का बातों को याद करके वो लोग आनंद कर रहे हैं. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം കർത്താവ് പറഞ്ഞതാണ് मत्ती का सुसमाचार 5:11 में प्रभु ने क्या कहा. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ स्वर्गത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാവുകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. 11-12 पढ़ेंगे. धन्य हो तुम जब मनुष्य मेरे कारण तुम्हारी निंदा करे और सताए और झूठ बोल बोलकर तुम्हारे विरोध में सब प्रकार की बुरी बात कहे, तब आनंदित और मगन होना क्योंकि तुम्हारे लिए स्वर्ग में बड़ा फल है. बस അപ്പോൾ നമ്മള് നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന ആ പ്രതിഫലങ്ങളെ കണ്ടുകൊണ്ട് നമുക്കിവയെല്ലാം നിസ്സാരമായി കാണുവാനും അതിൽ സന്തോഷിക്കാനും കഴിയും. तो इसके लिए अनंतता का प्रतिफल को सामने अगर तुलना करके अगर हम देखेंगे तो उसके सामने ये दुनिया का कष्ट कुछ भी नहीं है. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ ഒരിക്കലും നമ്മൾ ഓടുവാനോ ചിന്തിക്കുവാനോ ആഗ്രഹിക്കുവാനോ പാടില്ല. तो इसके लिए इस दुनिया में हम जीते समय में संसार देने वाला खुशी, उसका सुकून की बातें, उसका चैन की बातें, उसके अंदर का आनंद की बातों के पीछे कभी नहीं भागना है. എബ്രായർ 10:38 വായിക്കുന്ന പോലെ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. इब्रानियों 10:38 में हम क्या पढ़ते हैं. संसार उनके लिए योग्य नहीं था. ഈ ലോകം നമുക്ക് ഒരിക്കലും നമുക്ക് യോഗ്യമല്ല. क्योंकि संसार कभी भी हमारे लिए योग्य नहीं है. അപ്പോൾ നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ടെങ്കിലും സ്വർഗത്തിന്റെ പിന്നെ പൗരത്വമുള്ളവരാണെങ്കിലും ഇന്ന് നമ്മളിപ്പോ ജീവിക്കുന്നത് പരദേശിയായി ഈ ലോകത്തിലാണ്. तो हम लोग अभी स्वर्गीय लोग हैं. स्वर्ग का हमें मिराज मिल चुका है. हम लोग मसीह है बोलते समय में हम लोग अभी भी ये दुनिया में जी रहे हैं, लेकिन ये दुनिया में हम लोग परदेसी होकर जी रहे हैं. അപ്പോൾ നമുക്ക് നിശ്ചയമായും अनेक പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരും. इसके लिए इस दुनिया में जीते समय में बहुत सारा प्रतिकूल और कष्ट से हमें गुजरना पड़ेगा. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ പോലും പറഞ്ഞത് മത്തായി 10:16 ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. वहाँ पर मत्ती का सुसमाचार 10:16 में भी हम जब पढ़ते समय में वहाँ पर प्रभु क्या कहता है, मैं तुम्हें एक ऐसा दुनिया में भेज रहा हूँ कि एक भेड़ियों के बीच में मैं तुमको मेमने के समान भेजता हूँ. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കും. इसलिए सर्प के समान बुद्धिमान और कबूतर के समान निष्कलंक हो. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ആത്മീയമായ ആ കാര്യങ്ങളെ കുറിച്ച് വളരെ ബോധവാന്മാരായി ബുദ്ധിപൂർവ്വം ആ സ്വർഗീയമായ ജ്ഞാനത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. इसके लिए हमेशा प्रभु की उपस्थिति में हम लोग इस दुनिया में जीते समय में प्रभु की उपस्थिति में बने रहकर वो प्रायोगिक जीवन व्यक्तिगत हमारा पर्सनल लाइफ में भी हमें आत्मा में बनकर जीने का उसका कोशिश करना जरूरी है. ലോകക്കാര് പ്രവർത്തിക്കുന്നത് പോലെയോ നടക്കുന്നത് പോലെയോ ചിന്തിക്കുന്നത് പോലെയോ നാം ചെയ്യാൻ പാടില്ല. संसार जैसा चलता है, संसार के लोग ऐसा सोचते चलते वैसा हमें नहीं सोचकर चलना है. അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും
നിങ്ങൾ ആനന്ദിക്കുക. तो पहला पत्रोस 1:6 में हमने क्या पढ़ा कि चारों तरफ से हम लोग को नाना प्रकार का अगर तकलीफ क्लेश आए तो भी हम लोग उसमें आनंदित है. കാരണം വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. क्योंकि विश्वास का परखा जाना वो बहुत ही मूल्यवान है. നമ്മളുടെ വിശ്വാസം പരിശോധിക്കപ്പെടും. हमारा विश्वास परखा जाएगा. അപ്പോൾ ഇന്ന് നമ്മുടെ വിശ്വാസത്തെ ദൈവം പരിശോധിച്ച് നോക്കിയാൽ, तो अगर आज के दिन में प्रभु अगर हमारा विश्वास को परखेंगे तो നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തിന് സന്തോഷം ഉണ്ടാകുമോ? क्या हमारे विश्वास में प्रभु आनंदित होगा? क्या നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇയ്യോബ് തന്നെക്കുറിച്ച് പറഞ്ഞത്, തന്നെക്കുറിച്ച് ഇയ്യോബ് പറഞ്ഞൊരു സാക്ഷ്യം ഇയ്യോബ് 23:10 എന്നെ ദൈവം പരിശോധിച്ചാൽ ഞാൻ ഒന്നുപോലെ പുറത്തു വരും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഞാൻ ഏറ്റവും പ്രിയനായിരിക്കുന്ന പറഞ്ഞതിന്റെ സാരം. तो अय्यूब का पुस्तक उसका 23:10 में उधर हम पढ़ते हैं कि जब अय्यूब गवाही देता है, यदि अगर प्रभु मुझे परखेगा, पढ़ेंगे 23:10, परंतु वह जानता है कि मैं कैसी चाल चला हूँ और जब वो मुझे लेगा तब मैं सोने के समान निकलूंगा. तो सोने के समान निकलेगा मतलब क्या? मैं प्रभु के लिए एकदम बहुमूल्य रहूंगा करके, उपयोगी रहूंगा, उतना खास रहूंगा करके जब वो परखेगा तो उसको मालूम था. അപ്പോൾ വിശ്വാസത്തിന്റെ അന്തമായ ദേഹീരക്ഷ പ്രാപിക്കും. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ദേഹീരക്ഷയ്ക്ക് വേണ്ടി ഞാൻ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറും എന്നാണ് ഇവിടെ पत्रोस പറയുന്നത്. तो इसके लिए वहां पर विश्वास का अंत में पहला पत्रोस 1:9 में हम क्या देखते हैं? विश्वास का अंत में हमारा प्राणों का उद्धार पाएंगे. मतलब ये विश्वास के अंत में हम क्या अब आगे बढ़ते रहते समय में आखिरी में उद्धार प्राण का होगा. ഇവിടെ പറയുന്ന സാരം ഈ പ്രാണന്റെ രക്ഷയിലൂടെ മാത്രമേ നമുക്ക് വരാനിരിക്കുന്ന യുഗത്തിൽ എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടുകൂടെ പങ്കുകാരായി തീരാൻ കഴിയൂ. तो यहाँ पर कहने का विषय यही है कि 1000 वर्ष के राज्य में हमें अपना प्राण का उद्धार की वजह से ही उस राज्य में हम लोग प्रभु के साथ राज्य कर पाएंगे. വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളെ കുറിച്ചും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് അവര് ഈ അടുത്ത യുഗത്തിൽ അല്ലെങ്കിൽ ഈ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ കർത്താവിനോട് കൂടെ വാഴ്ചയിൽ പങ്കുള്ളവരായി തീരണമെന്ന് തന്നെയാണ്. तो जो नया जन्म पाए हुए हर एक विश्वासियों के लिए प्रभु का एक ही मनो आग्रह है कि वो लोग जब सब लोग 1000 वर्ष के राज्य में या अगले युग में आएंगे तो प्रभु के साथ राज्य करें. അപ്പോൾ നമ്മൾ ആ രാജ്യത്തിന് യോഗ്യനാകണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആത്മരക്ഷ പ്രാപിച്ചതുകൊണ്ട് മാത്രമായില്ല, പ്രാധാന്യമുള്ള കാര്യം ദേഹിരക്ഷ തന്നെയാണ്. तो उसके लिए हम लोग उस राज्य के लिए अगर योग्य बना रहना है, उस राज्य में प्रवेश करना है, तो केवल आत्मा का उद्धार काफी नहीं है, बल्कि उसके बाद प्राण के उद्धार में भी हमें बढ़ोतरी पाना है. അതുകൊണ്ട് ഒരുവന് പക്വതയാർന്ന വിശ്വാസം പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. इसलिए हर एक व्यक्तियों को, विश्वासियों को एक सिद्ध विश्वास प्राप्त करना जरूरी है. അപ്പോൾ ഈ പക്വമായിരിക്കുന്ന വിശ്വാസം പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾക്ക് അനേക പരീക്ഷകളെ നമുക്ക് അഭിമുഖീകരിച്ച് ജയിക്കുവാൻ കഴിയണം. तो सिद्ध विश्वास अगर होना है तो ये संसार का नाना प्रकार का तकलीफ और क्लेश को सहकर उस पर विजय पाकर जीना है. നമ്മുടെ ജീവിതത്തിൽ അനേക പരീക്ഷകൾ ദൈവം അനുവദിക്കും. हमें जीवन में बहुत सारा परीक्षाएं प्रभु आने के लिए अनुमति देगा. അതുകൊണ്ടാണ് ഇവിടെ പത്രോസ് പറഞ്ഞത് വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന്. इसीलिए पत्रोस ने क्यों कहा कि विश्वास के इस विषय में परखा जाना बहुत ही मूल्यवान है. ഈ പരിശോധനകൾ വരുമ്പോഴാണ് പലപ്പോഴും പലരും ഇടറിപ്പോയിട്ട് ഈ ലോകത്തിലേക്ക് വീണു പോകുന്നത്. क्योंकि परीक्षा जब आते समय में हम देखते हैं बहुत से लोग वो लोग डगमगा जाते हैं, लोग डर जाते हैं और विश्वास में वो लोग गिर जाते हैं. എല്ലാം അനുകൂലമാണെങ്കിൽ ഭയങ്കര ഭക്തരാ, എന്തെങ്കിലും ചെറിയ പ്രതികൂലം ഉണ്ടായാൽ അവിടെ പിന്നെ ആളെ കാണാനില്ല. अगर सब हमारी ओर के लिए, सब हमारे फायदे के लिए, तो एकदम आनंद और खुशी की बात है. जरा सा बात अगर उनके लिए कुछ भी ठोकर हो गया या दुख लाया तो वो लोग तुरंत दुखी हो जाते हैं. ചിലർക്ക് കൂട്ടായ്മയ്ക്ക് പോകാൻ ഒരു മഴ വന്നാൽ മതി, അവർ വീട്ടിൽ ഇരുന്നോളും. कुछ लोगों के लिए संगति नहीं आने का बहाना क्या है? अरे बारिश आ गया, अभी मैं नहीं आऊंगा. അല്ലെങ്കിൽ പിന്നെ വണ്ടി പഞ്ചറായി പോയി വണ്ടി കൊടുത്തത് തന്നെ നോക്കണം, വണ്ടി പഞ്ചറായി പോയത് കൊണ്ട് വന്നില്ല. तो इसके अभी गाड़ी पंचर हो गया, इसके लिए नहीं आने हुआ करके बोलते हैं. ചിലർ പറയുന്നത് അങ്ങ് ഉറങ്ങിപ്പോയതൊക്കെയാണ്. कुछ लोग बोलते हैं अरे मैं सो गया. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മുട്ടായി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പരീക്ഷകളും പരിശോധനകളും തന്നെയാണ്. तो ये सब बातें हमारे जीवन में आए हुए परीक्षा एक तरफ से प्रभु हमको परख रहा है. ഇന്ന് एत्रयो ആൾക്കാർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവര് പിന്നെ കർത്താവിനെ മഹത്വം കൊടുക്കാതെ, കർത്തൃത്വം കൊടുക്കാതെ അവര് പാപത്തിലേക്ക് വീണു പോകും. आज कितना विश्वासी लोग जो बातों में प्रभु को महिमा देना चाहिए था, यीशु मसीह का प्रभुत्व में जीना चाहिए था, उधर ना जीकर वो लोग गिर गए. വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നവരിലൂടെ ഇന്ന് ദൈവ
ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുക. आज जो विश्वासी है करके बोलते हैं उनके नाम के द्वारा उनके वजह से परमेश्वर का नाम का निंदा हो रहा है അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. और वो बहुत ही दुखी अवस्था है. അവരുടെ ജീവിതത്തിൽ ചെറിയ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷകളെ അവർക്ക് ജയിക്കുവാൻ കഴിയുന്നില്ല. उनके अंदर जरा सा परीक्षा क्या आ गया उस पर उन लोगों को विजय प्राप्त करने नहीं हो पा അത് रहा. അവരുടെ ആത്മീയത്തിന്റെ ഏറ്റവും അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും ബലഹീനതയാണ് കാണിക്കുന്നത്. तो वो उनका आत्मिक जीवन का उनका विश्वास जीवन का बहुत बड़ा कमजोरी को दिखाता है. നമ്മള് റോമാലേഖനം 2-24 വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് പഴയ നിന്നുള്ള ഒരു റെഫറൻസ് എടുത്ത് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതിയുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. रोमियो का पुस्तक 2:24 जब हम पढ़ते समय में पुराने नियम में लिखा हुआ एक बात है, कोटेशन है, वो रोमियो 2:24 में लिखा है, क्योंकि तुम्हारे कारण अन्य जातियों में परमेश्वर के नाम की निंदा की जाती है. हाँ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വീഴ്ചകളിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. इसके लिए हमारे कारण या हमारे गिरावट के कारण क्या प्रभु का नाम का निंदा हो रहा है क्या, ये हमें देखना है. അപ്പോൾ ഇന്ന് നമുക്കറിയാം, പഴയ നിയമ ഇസ്രായേലിന്റെ അനേക പ്രവർത്തികളിലൂടെ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെട്ടു. हम देखते हैं कि इस पुराने नियम में इस्राएल के बहुत से कार्यों में परमेश्वर का नाम का निंदा हुआ. നമ്മള് എസെക്കിയേൽ പ്രവചനം 36:23 വായിക്കുന്നു, एजेकिएल 36:23 में हम पढ़ते हैं, ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമം. അപ്പോൾ കർത്താവിന്റെ മഹത്തായ നാമത്തെ ആ ജാതികളുടെ മധ്യത്തിൽ അവർ അശുദ്ധമാക്കി. पढ़ेंगे. मैं अपने बड़े नाम को पवित्र ठहराऊंगा जो जातियों में अपवित्र ठहराया गया. हाँ, तो इस्राएल लोगों ने क्या किया, जाति लोगों के बीच में परमेश्वर का नाम को अपवित्र ठहराया. എത്ര ദുഃഖകരമായ കാര്യമാണ് പ്രിയമുള്ളവരെ. कितना दुखी बात है वो. നമ്മള് ലേവ്യ പുസ്തകം അതിന്റെ 22 അധ്യായത്തിന്റെ 32 വാക്യം വായിക്കുമ്പോൾ, लेवी का पुस्तक उसका 22-32 में, लेविटिकस चैप्टर 22 वर्स 32, എന്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്. मेरा पवित्र नाम को तुम लोग अशुद्ध ना करो या अपवित्र ना करो. അതിന്റെ 24-16 വായിക്കാൻ കഴിയും. उसका 24-16 में भी हम पढ़ते हैं 24:16. യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. पढ़ेंगे. यहोवा के नाम की निंदा करने वाला हाँ. निश्चित मार डाला जाए. हाँ. അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെക്കാൾ അധികം നമ്മളെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രാണനെ ദുഃഖത്തിലേക്ക് വീഴ്ത്തുവാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളിലൂടെയും ദൈവനാമം ദൂഷിക്കപ്പെടാൻ ഇടയാക്കുന്നത്. तो हम परमेश्वर का नाम से भी ज्यादा मूल्य हम हमारा नाम को या हमारा इज्जत को देते हैं. तो जहाँ पर प्राण को वेदना सहना चाहिए वो बात को ना सहते हुए अपना प्राण को बचाकर हिफाजत करके हम लोग परमेश्वर का नाम को निंदा कर रहे हैं. നമ്മുടെ പ്രാണനെ നാം അപ്രിയമായി കാണേണ്ടവരാണ്. हम लोग अपना प्राण को कभी भी अप्रिय नहीं जानना है. അപ്രിയമായി കാണേണ്ടവരാണ്. सॉरी, हमें अपना प्राण को हमेशा अप्रिय करके देखना है. പ്രൈസ് ദി ലോർഡ്. प्रेज लॉर्ड. വളരെ നമ്മൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാട്ടോ. हमें ये बहुत ही गंभीर रीति से ये जानना जरूरी है. നമ്മള് കർത്താവിന്റെ വിളി കേട്ടവർ കർത്താവിന്റെ ദൗത്യ നിർവഹണത്തിൽ നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. क्योंकि प्रभु ने हमें जिस बुलावट से बुलाया है उस बुलावट में हमें जागरूक पूर्वक कार्य करना है. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ആ കാര്യം വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തെറ്റിപ്പോകാതിരിക്കാനായിട്ടാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20-24 പൗലോസ് പറയുന്ന ഒരു സാക്ഷി നമുക്കറിയാലോ. हम लोग ये बात को मैं बहुत बार भले पढ़ाया हो, लेकिन इस विषय में पक्का रहने के विषय में प्रेरितों का कार्य उसका 20-24 में हम पढ़ते हैं. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. पढ़ेंगे. मैं अपने प्राण को कुछ नहीं समझता. बस मैं अपने प्राण को कुछ नहीं समझता, यानी कि मूल्यवान नहीं समझता. അപ്പോൾ നമ്മൾ ജയാളിയായി തീരണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാണനെ അപ്രിയമായി കണ്ടേ മതിയാവൂ. उसके लिए अगर हमें विजय होना है तो हमें अपना प्राण को अप्रिय जानना है. നമുക്കറിയാം, ജയാളികളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 12 അധ്യായം 11 വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്. हम लोग प्रकटीकरण का पुस्तक उसका 12 अध्याय उसका 11 वाक्य का आखिरी भाग में विजय लोगों के बारे में इस तरह कहता है. അപ്പോൾ ജയാളികളെ കുറിച്ച് പറയുകയാണ്, तो विजय लोगों के बारे में कहता है, അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. पढ़ो. उन्होंने अपने प्राणों को प्रिय न जाना, हाँ. यहाँ तक कि मृत्यु भी सह ली. Amen. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൽ വിളി ഉണ്ടായതിനു ശേഷം
നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചവരാണ്. നമുക്ക് മരണം ഒരു വിഷയമേ അല്ല. तो हम लोग जब प्रभु में बुलावट पाकर आते समय में हम लोग मृत्यु से भी विजय पाया है, इसके लिए मृत्यु हमारे लिए एक विषय नहीं है. പലരും പറയുന്നത് മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഭയപ്പെട്ടു എന്ന് തന്നെയാണ്. कुछ लोग कहते हैं कि मृत्यु करके अगर विषय बोला तो कोई भी डर जाएगा. ഒരു വിശുദ്ധൻ യഥാർത്ഥത്തിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വിശുദ്ധന് മരണം എന്ന് കേൾക്കുമ്പോൾ വാസ്തവത്തില് കർത്താവിലേക്ക് നോക്കി അവർ ഒരുപാട് സന്തോഷം പ്രാപിക്കുകയാണ്. एक सच्चा पवित्र जन जब मृत्यु करके विषय आते समय में वो प्रभु की ओर देखकर सबसे ज्यादा आनंद करने वाला बात है उसके लिए. ഇതങ്ങ് വിശ്വസിച്ച് ഏറ്റെടുക്കാനായിട്ട് അനേർക്കും കഴിഞ്ഞു. ഞാൻ ഈ പറയുന്നത് എല്ലാവരും അങ്ങോട്ട് അംഗീകരിച്ചെന്ന് വരികയല്ലോ. तो मैं जो भी बोलता हूँ वो जरूरी नहीं है कि सब लोग उसको मानेगा, എന്നാൽ അതായത് സത്യം. लेकिन सत्य तो यही है. നമ്മൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നമ്മൾ കാണുന്നതെല്ലാം കർത്താവിനെ തന്നെയായിരിക്കും. क्योंकि हम कोई भी तकलीफ में हम जाते समय में वो सारा प्रतिकूल के बीच में हम प्रभु को देखना है. ഞാൻ അനവധി വട്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേക പ്രാവശ്യം ഞാൻ ഇങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട്. मैं मेरे खुद का विषय में मैं गवाही देना चाहता हूँ कि मैंने बहुत बार मृत्यु का मैंने आमना सामना किया है. അപ്പോഴെല്ലാം ഞാൻ കർത്താവിനെയാണ് കണ്ടത്. वो सब समयों में मैंने सिर्फ प्रभु को देखा. ഒരിക്കൽ രാത്രിയില് അതിരാവിലെ 2 മണിയായപ്പോൾ 6 പേര് വാളുമായിട്ട് എന്നെ പറഞ്ഞു. एक बार एकदम सुबह रात को 2 बजे या सुबह 2 बजे की बात है, 6 लोग आकर चाकू लेकर आया और मुझे घेर लिया. चाकू अല്ല तलवार लेकर आके घेर लिया. അപ്പോൾ ആ സമയത്ത് എനിക്ക് ദൈവത്തിന്റെ ആത്മാവിൽ ഒരു വലിയ നിറവും ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ കർത്താവിനടുത്ത് ചെല്ലാമെന്നുള്ള ആ ഒരു വലിയ സന്തോഷം ഉണ്ടായി. तो उस समय में प्रभु का आत्मा से मैं भरकर अभी मैं बहुत जल्दी प्रभु को जाकर मिलूंगा बोलकर उस बात का आनंद मुझे मेरे अंदर आया. ഞാൻ ഓടാൻ ശ്രമിച്ചില്ല. मैं भागने नहीं देखा. ഞാൻ അവരോടും വളരെ സ്നേഹമായിട്ട് കർത്താവിന്റെ ഈ സുവിശേഷം പറയുകയാണ്. और मैं उनको भी प्रेम से भरकर प्रभु का सुसमाचार मैंने उनको बांटा. അത് വലിയ ചരിത്രമാണ്. എനിക്ക് ആ ചരിത്രം മുഴുവൻ പറയാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭകാലങ്ങളിൽ തന്നെ സിക്കിമിൽ വെച്ച് നടന്നൊരു സംഭവമാണ്. ഞാൻ അന്ന് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചരി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആടുകളെ അറുത്ത് മറ്റുള്ള യൂണിറ്റുകൾക്ക് വിടണം. ആ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ ഉണ്ടായ ഒരു സംഭവം. तो ये इसके पीछे बहुत बड़ा कहानी है. पूरा कहानी को वर्णन करने का समय नहीं है. तो मैं जब सिक्किम में मैं तभी नया मैं उद्धार में था. सिक्किम में मेरा पोस्टिंग था. उस समय में उस पोस्टिंग के काम के बाद जब मैं वापस आते समय में रात को हुआ एक घटना है ये. അപ്പോൾ പ്രിയമുള്ളവരെ അവരോട് ദൈവസ്നേഹത്തിൽ പറയാനിടയായി. ऐसे उस समय में उन लोगों को प्रभु का वचन को प्रभु का प्रेम से भरकर बोलने का एक मौका मुझे मिला. അവര് മറ്റാരാലോ നിയോഗിക്കപ്പെട്ടവരായിരുന്നു. അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ മനുഷ്യൻ അങ്ങനെ ഭയപ്പെട്ട് പേടിച്ച് നമ്മൾ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് അവർക്ക് മനസ്സിലായി. तो उन लोग तो किसी और ने उनको भेजा था मुझे मारने के लिए, लेकिन उन्होंने एक बात समझा, ये आदमी ऐसा डर कर भागकर हम जो बोलेंगे ऐसा काम सुनने वाला व्यक्ति नहीं है करके. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് മരണം അടുത്തെന്ന് പറയുമ്പോൾ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രൊമോഷനാണ്. ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര സന്തോഷമാണ്. കാരണം നമ്മൾ കർത്താവിനെ മുഖാമുഖമായി കണ്ടുകൊണ്ട് പിന്നെ കർത്താവിനോട് എപ്പോഴും ആയിരിക്കുന്ന ആ അതുല്യ പറഞ്ഞാൽ അതൊരു വലിയ അനുഭവമായിരിക്കുന്ന ഒരു സമയം. तो क्योंकि मृत्यु बोला तो एक बहुत बड़ा प्रमोशन है, क्योंकि मैं प्रभु को मैं आमने सामने मिलने जा रहा हूँ. वो उसमें मिलने वाला जो अतुल्य आनंद है उसको वर्णन नहीं कर सकता. ഇങ്ങനെ അനേക അനുഭവങ്ങളുണ്ട്. ഞാൻ അതെല്ലാം ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. इस तरह बहुत प्रकार का अनुभव आए हैं मेरे सामने, वो सब मैं नहीं बताना चाह रहा. ഇനി പിന്നെ ഇപ്പോൾ മരണം മാത്രമേ ഇനി ഉള്ളൂ എന്നുള്ള കണ്ടപ്പോഴും അവിടെ ഭയം കൂടാതെ വളരെ സന്തോഷത്തോടെ അതിനെ അഭിമുഖിക്കാൻ കർത്താവ് അനേക വട്ടം ഇടയാക്കിയിട്ടുണ്ട്. मतलब अभी मेरे सामने मृत्यु के अलावा और कोई रास्ता नहीं है. मतलब मृत्यु पक्का है. ऐसा परिस्थितियों में प्रभु का महिमा करने का प्रभु ने मुझे मौका दिया. നിശ്ചയമായും ദൈവം നമ്മളെ മരണ ഭയത്തിൽ നിന്നും വിടുവിച്ചു. आमीन. क्योंकि ये बात सच है कि प्रभु ने हमें मृत्यु के भय से भी हमें बचाया है. നമുക്കറിയാം എബ്രായലേഖനം 2:14-15 വാക്യങ്ങളിൽ വളരെ തന്റെ മക്കളെ കർത്താവ് മരണ ഭയത്തിൽ നിന്നും അവരെ സ്വതന്ത്രമാക്കിയെന്നും തന്നെ എഴുതിയിരിക്കുന്നു. इब्रानियों की पुस्तक 2:14 और 15 वाक्य पढ़ते समय में तो स्पष्ट रूप में लिखा गया है कि प्रभु ने हमें उनका मृत्यु के द्वारा हम जो मृत्यु में अधीन लोगों से उससे छुटकारा दिया है. മാത്രമല്ല केवल वही नहीं, ഞാൻ എല്ലാ വാക്യം ഇപ്പോൾ വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പിന്നീട് आप सब वाक्य मैं नहीं पढ़ता, आप लोग घर पे पढ़ लेना. 1 യോഹന്നാൻ 4:18 വായിക്കുന്നത് पहला യോഹന്നാൻ 4:18 में भी हम पढ़ते हैं, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. 4:18 पढ़ेंगे. प्रेम में भय नहीं होता, वरन सिद्ध प्रेम भय को दूर कर देता है,
क्योंकि भय का संबंध दंड से होता है और जो भय करता है वह प्रेम में सिद्ध नहीं हुआ। ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. जो भय रखता है वो प्रेम में सिद्ध नहीं हुआ है। അപ്പൊ ഞാൻ പറയുന്ന കാര്യം ഞാനങ്ങനെ പൂർണ്ണനാണെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. तो मैं ये नहीं बताना साबित करना चाहता कि मैं पूर्ण हो चुका हूँ। എല്ലാവർക്കും അനേക കുറവുണ്ട്, എന്നിലും ധാരാളം കുറവുണ്ട്. हर लोगों के अंदर कुछ ना तो कुछ कमियां रहता है, मेरे में भी बहुत कमियां है। അപ്പോൾ നിങ്ങൾ എന്നേക്കാളൊക്കെ വളരെ മിടുക്കന്മാരും ശ്രേഷ്ഠരും ഒക്കെയാണ്. और आप लोग मुझसे भी ज्यादा होशियार और श्रेष्ठ लोग हैं। അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ എങ്ങനെ നമുക്ക് മഹത്വപ്പെടുത്താൻ കഴിയുന്നു? लेकिन हम अपने जीवन में किस रीति से हम लोग प्रभु का महिमा कर पा रहे हैं? പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് എങ്ങനെ ഉയർത്തി കാണിക്കാൻ കഴിയും? परीक्षा आते समय में किस तरह हम अपना विश्वास को ऊंचा उठाकर दिखा सकता है? ഇവിടെ വിശ്വാസത്തിൽ നമ്മൾ മടുത്തു കഴിഞ്ഞാൽ, ക്ഷീണിച്ചു കഴിഞ്ഞാൽ, ബലഹീനരായി കഴിഞ്ഞാൽ അത് വലിയ തീരെ നഷ്ടമാണ്. अगर विश्वास में हम लोग कमजोर हो जाए या आलसी हो जाएंगे तो वो बहुत बड़ा नुकसान का बात है। ദേഹി രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ, अगर हमारा प्राण उद्धार नहीं प्राप्त हो रहा है तो അതിന്റെ അനന്തരഫലം വളരെ മോശമാണ്. उसका अनंतता में मिलने वाला फल बहुत ही नुकसान और हानि देने वाला रहेगा। എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 38-39 വാക്യം നമുക്ക് വായിക്കാം. इब्रानियों का पुस्तक उसका 10वां अध्याय उसका 38 और 39 हम पढ़ेंगे। എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പം ഇവിടെ ജീവരക്ഷ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു പരിഭാഷയാണ്. ജീവരക്ഷ എന്ന് പറഞ്ഞാലും ദേഹി രക്ഷ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. उसको पढ़ेंगे। पर मेरा धर्मी जन विश्वास से जीवित रहेगा, और यदि वह पीछे हट जाए तो मेरा मन उससे प्रसन्न न होगा। पर हम हटने वाले नहीं कि नाश हो जाए, पर विश्वास करने वाले हैं कि प्राणों को बचाए। आमीन। അപ്പോൾ ഇവിടുത്തെ ഈ വിഷയം നമ്മൾ വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കണം. तो यहाँ पर इधर विषय को एकदम गहराई से हमें समझना है। അപ്പോൾ കർത്താവ് പറയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. वहाँ पर प्रभु कहता है कि मेरा धर्मी जन विश्वास के साथ जिएगा। പിന്മാറിയാൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. तो अगर वो पीछे हट गया तो मेरा प्राण उस पर प्रसादित नहीं है। അപ്പൊ ഇത് നമ്മള് കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മളോടുള്ള ബന്ധത്തിൽ വരുവാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണ്. तो यहाँ पर ये प्रभु न्याय के दिनों में प्रभु के सामने खड़ा रहने का अवस्था का समय का एक अवस्था को हम देखते हैं। അപ്പൊ ന്യായാസനത്തെങ്കിൽ കർത്താവിന് അനേകരോട് ഉണ്ടാകാൻ പോകുന്ന അപ്രീതിയാണ് ഈ രണ്ട് വാക്യങ്ങളുടെ രത്നച്ചുരുക്കം. तो न्याय के दिन में प्रभु का हृदय में प्रभु का मन को बहुत ठेस पहुंचने वाला एक अवस्था है। ये बात हम ये वाक्यों में पढ़कर हमें समझ में आता है। നമുക്കറിയാം, നമ്മളുടെ എല്ലാ ജീവിതത്തില് നമ്മള് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. वचन पढ़ते हैं, क्या हम देखते हैं कि एक बार मृत्यु फिर न्याय विधि सारा मनुष्य के लिए नियुक्त किया गया है। മരണം നിശ്ചയമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ന്യായവിധിയും നിശ്ചയം തന്നെ. जिस तरह मृत्यु पक्का है उस तरह न्याय भी पक्का है। എബ്രായർ 9:27 നിനക്ക് അത് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും എല്ലാ വാക്യവും വായിപ്പിക്കണം. वो इब्राय 9:27 में आप लोग जानते हैं, इसलिए मैं नहीं पढ़ा रहा। ഞാൻ അനേക വാക്യങ്ങളും ഞാൻ പറഞ്ഞങ്ങ് പോകാത്തത് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇടയ്ക്ക് വായിപ്പിക്കുന്നത്. वैसे ये वाक्य से मैं क्यों पढ़ा रहा हूँ ताकि आप लोग में से किसी को शक ना हो, इसलिए आधार पर पढ़ा रहा हूँ। അപ്പോൾ മരണം നിശ്ചയമായിരിക്കുന്ന പോലെ തന്നെ ന്യായവിധിയും നിശ്ചയമാണ്. जितना जैसा मृत्यु पक्का है वैसा न्याय विधि भी पक्का है। നമ്മൾ ഓരോ വ്യക്തികളെയും അതിന്റെ വ്യക്തതയിൽ കാണാൻ പോകുന്നത് ന്യായാസനത്തിന് മുമ്പിലാണ്. हम हर एक व्यक्तियों को उनका वो सही अर्थ में उनको कभी देखेंगे वो न्याय के दिन में। നമുക്കറിയാം, ഇന്ന് ഇവിടെ നല്ല മിടുക്കന്മാരായിട്ട് പിന്നെ അടിപൊളിയായിട്ട് കർത്താവിന്റെ വലിയ റൈറ്റ് ഹാൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവരൊക്കെ ചിലപ്പം അവര് രക്ഷിക്കപ്പെട്ടവരാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ളവരുടെ ഒക്കെ അവസ്ഥ വെളിപ്പെടാൻ പോവുകയാണ്. तो आज वो हम लोग बहुत से लोगों के विषय में बहुत ही यहाँ पर बहुत ही भक्त दिखाकर एकदम होशियारी से जीने वाला, वह प्रभु का खास आदमी होकर के ऐसा सब गवाही देकर जीने वाला व्यक्ति, शायद वो लोग नया जन्म पाया होगा क्या वो भी नहीं मालूम, लेकिन उनका असलियत क्या है रहेगा, उनका सच्चाई क्या है, वो अवस्था न्याय के दिन सबको मालूम पड़ेगा। ന്യായവിധിയെ കുറിച്ച് തന്നെ എത്ര വിശുദ്ധന്മാര് ബോധവാന്മാരാണ്, അതിന് യോഗ്യമായിട്ട് എത്ര പേര് ജീവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വളരെ ചിന്തനീയമായ ഒരു വിഷയം തന്നെയാണ്. प्रिय, न्याय का विषय में अगर हम देखा जाए तो कितना लोग जागरूक होकर उस विषय को गंभीरता से देखकर समर्पण करके जी रहे हैं, ये बात नहीं मालूम। ഇന്ന് കപട വിശ്വാസികളെ കൊണ്ട് കപടതയെ കൊണ്ട് കപട ഭക്തിയെ കൊണ്ട് ഇന്ന് ആത്മീയഗോളം നിറഞ്ഞിരിക്കുക. क्योंकि आज कपटी विश्वासियों से पूरा आत्मिक दुनिया भर चुका है।
നമ്മൾ അങ്ങനെ വഞ്ചിക്കപ്പെടരുതേ. हम लोग उस तरह धोखे में ना गिरे. ന്യായവിധിയുണ്ട്. न्याय है. വിശുദ്ധന്മാരുടെ ന്യായവിധിയും ഭാവികളുടെ ന്യായവിധിയും രണ്ട് സമയത്തും രണ്ട് സിംഹാസനത്തിന് മുൻപിലുമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. तो विश्वासियों का जब न्याय होगा और पापियों का न्याय होगा, दोनों अलग अलग समयों में होगा और अलग अलग सिंहासनों में होगा. നമുക്കറിയാം 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നത്, നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു എന്നാണ് പൗലോസ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീഹയെ കൂടെ കൂട്ടിയ നമ്മൾ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. तो दूसरा कोरिन्थी उसका 5वां अध्याय वाक्य 10 में हम वहां पर पढ़ते हैं. दूसरा कोरिन्थी 5:10. क्योंकि आवश्यक है कि हम सबका हाल मसीह के न्यायासन के सामने खुल जाए. हाँ, तो उधर देखो, हम सबका हाल न्याय के सामने खुल जाएगा. मतलब उसमें पौलोस भी उसमें है, पौलोस भी शामिल है. तो हम सब विश्वासी लोगों के बारे में बोल रहे हैं कि मसीह के न्याय के सामने उधर खुलासा होगा. നമ്മൾ ഈ ന്യായാസനത്തെ നമ്മൾ നിസ്സാരമായി കാണില്ലേ പ്രിയമുള്ളവരെ? इसके लिए प्रिय प्रभु, न्याय को हम लोग कभी भी उसको आसान रीति में ना देखे. ഇന്ന് നമ്മളൊരു ജയാളിയായി ജീവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ വെളിപ്പെടാൻ പോകുന്നത് ന്യായാസനത്തിന് മുൻപിലാണ്. तो आज हम लोग विजय होकर जी रहे हैं क्या? नहीं, ये बात कभी प्रकट होगा उस न्याय के दिन. ഞാൻ എസ്കേൽ പ്രവചനത്തിൽ ഒരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ ആരിഞ്ഞിട്ടും പിന്നെ ഞെട്ടത്തക്ക ഒരു കാര്യമാണ്. കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എസ്കേൽ 22:14 വാക്യത്തിൽ. एजेकिएल का पुस्तक उसका 22-14 में जब हम पढ़ते समय में सबको एकदम घबरा कर रखने वाला एक वाक्य है जो प्रभु कहता है, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഒരു വലിയ ചോദ്യം തന്നെയാണ് ഇവിടെ. 2 ചോദ്യം ഇവിടെ ചോദിക്കും. उसको 2 सवाल वहां पर पूछता है 22-14 में. जिन दिनों में तेरा न्याय करूंगा, क्या उनमें तेरा हृदय दृढ़ और तेरे हाथ स्थिर रह सकेंगे? हाँ, बस. എന്ന് പറഞ്ഞാല് നമ്മള് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോൾ അഗ്നിജാലിക്കത്ത കണ്ണുള്ളവൻ, ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റിയല്ല, എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നമ്മുടെ നമ്മുടെ വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് നിരൂപണങ്ങൾക്ക് എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുവാൻ, നമുക്ക് നേരെ നിൽക്കുവാൻ, നമ്മുടെ കാലുകൾക്ക് അല്ലെങ്കിൽ മുട്ടുകൾ ഇടിക്കുമോ? നമുക്ക് നേരെ നിൽക്കുവാൻ കഴിയുമോ? അതാ ചോദ്യം. तो इसके लिए उस न्याय का दिन हमें समझना है. प्रभु का आंखें, प्रकटीकरण का पुस्तक में प्रभु का आंखें एकदम ज्वालामुखी के समान है, जो सब कुछ उसको दिख सकता है. कोई भी बात है उसे छुपा नहीं, कोई भी रहस्य उसके सामने छुपा नहीं सकता. हमारे सब बातों को, हमारे सब सोचों को, हमारे विचारों को, संकल्प को, वो सब बातों को प्रभु सब पहले से ही जानता है. हम लोग परमेश्वर की उस नजर के सामने एकदम नंगा और एकदम खुला हुआ अवस्था में, ऐसा परिस्थिति में जो हमारे प्रभु सब बातें जानते समय में, वो न्याय करते समय में, क्या हमारा घुटना सीधा खड़ा रह पाएंगे, मजबूत खड़ा रह पाएगा क्या? वो है सवाल यहाँ पर पूछ रहा है. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തുവാനാണോ ആഗ്രഹിച്ചത്, അതോ നമ്മളെ സന്തോഷിപ്പിക്കാനാണോ ആഗ്രഹിച്ചത്? तो हम लोग हमारे इस आत्मिक जीवन में जीते समय में हम लोग क्या प्रभु को खुश करने के लिए जिया है, या अपने आप की बात, अपना बातों को, अपने स्वयं की बातों को पूरा करने के लिए जिया? നാം എന്ത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്? हम लोग क्या प्राप्त करने के लिए जा रहे हैं? നമുക്ക് ഓരോ ദിവസവും നമ്മുടെ പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ട് ദൈവഹിതത്തിനുള്ളിൽ നിന്നിട്ടില്ല, അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം വെന്തു പോകാൻ പോകുക. अगर हर एक दिन हम लोग जीते समय में हमारा प्राण को प्रिय ना जानकर उस तरह की बातों के लिए अगर प्राण को प्रिय जानकर अगर इस दुनिया में अगर जीने लगा, और उसके बाद जो भी कार्य अगर हम करेंगे तो हमारा सब क्रियाएं जल जाएगा. നമ്മൾ 1 കൊരിന്ത്യർ 3:11-15 വരെ വായിക്കുമ്പോൾ, पहला कोरिन्थी 3:11-15 जब हम पढ़ते हैं, पहला कोरिन्थी 3:11-15, ഇത് നമുക്ക് ദൈവ ന്യായാസനത്തിന് മുമ്പിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. यहाँ पर ये सब बातें प्रभु यीशु मसीह के न्याय के सिंहासन के सामने होने वाला बात है. ये നമ്മൾ ഇപ്പോഴേ തന്നെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കണം. हम लोग आज ही अभी के समय में ही ये सत्यों को हमें जानना है. വളരെ ഭയഭക്തിയോടുകൂടി നമ്മൾ ദൈവവചനത്തെ കേൾക്കുകയും അതിനെ നമ്മൾ പ്രമാണിക്കുകയും ചെയ്യണം. एकदम भय भक्ति के साथ प्रभु का वचन को माने और भय से हम लोग जिए. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും.
ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. क्योंकि उस नींव को छोड़ जो पड़ी है और वह यीशु मसीह है, कोई दूसरी नींव नहीं डाल सकता। यदि कोई इस नींव पर सोना या चांदी या बहुमूल्य पत्थर या काठ या घास या फूस का रद्दा रखे तो हर एक का काम प्रकट हो जाएगा, क्योंकि वह दिन उसे बताएगा। इसलिए कि आँख के साथ प्रकट होगा और वह आँख हर एक का काम परखेगी कि कैसा है। जिसका काम उस पर बना हुआ स्थिर रहेगा वो मजदूरी पाएगा। यदि किसी का काम जल जाएगा तो वह हानि उठाएगा, पर वह आप बच जाएगा, परंतु जलते जलते। ഇതാണ് നമുക്ക് ന്യായാസനത്തിന് മുമ്പിൽ ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയുടെ ഒരു സ്കെയിൽ എന്ന് വേണേൽ പറയാം. तो यही है प्रभु का न्याय के दिन होने वाला हमारा अवस्था का एक छोटा सा चित्र चाहिए तो हम बोल सकते हैं. ഒരു നാപ്പ് एक माप करेगा तो अवस्था क्या है उस तरह के बात है. അപ്പോൾ ഇവിടെ തീ കൊണ്ടാണ് ശോധന ചെയ്യുന്നത്. तो वो आग से परखा जाएगा. ഇവിടെ 6 നിലയിലുള്ള വസ്തുക്കളെ കുറിച്ച് പറഞ്ഞു. यहाँ पर 6 प्रकार की बातें बोला गया है. സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, सोना, चांदी, बहुमूल्य पत्थर, മരം, പുല്ല്, വൈക്കോൽ, और लकड़ी, घास फूस. അപ്പോൾ ഇന്ന് ആത്മീയ ഗോളത്തിൽ നടക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്നു. तो मतलब आज आत्मिक दुनिया में जो कार्य हो रहा है उसके बारे में बताया गया है. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളും ഈ നിലയിലുള്ള പ്രവൃത്തികളാണ്. ഈ 6 നിലയിലുള്ള വസ്തുക്കളെ കൊണ്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. हम लोग इस विश्वासी दुनिया विश्वास में हम लोग दुनिया में जीते समय में जो भी विश्वास में हम लोग कार्य करते हैं समय में वो ये 6 बातों को लेकर हम लोग कार्य कर रहे हैं. അപ്പോൾ പൊന്ന് എന്നുള്ളത് നമുക്കറിയാം, ദിവ്യ സ്വഭാവത്തെ കാണിക്കുന്ന പൊന്ന്. सोना जो है वो प्रभु का दिव्य स्वभाव को दिखाता है. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ യഥാർത്ഥമായും ആ ദിവ്യ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ ദൈവഹിതത്തിൽ തന്നെയല്ല എങ്കിൽ നമുക്കതിന് പ്രതിഫലമില്ലാതെ പോകുക. तो मतलब सोना जो है जो दिव्य स्वभाव है, मतलब हम सभी बातें प्रभु का दिव्य स्वभाव में अगर यदि हम नहीं करेंगे और वो बात प्रकट नहीं हुआ तो हमारा सारा कार्य चल जाएगा. നമുക്കറിയാം 2 പത്രോസ് 1:4 പറയുന്നുണ്ട് നമ്മൾ ദിവ്യ സ്വഭാവത്തിന് ഭാഗികളാണ്. तो दूसरा पत्रोस 2:1 में 2:4 में हम इस तरह पढ़ते हैं कि हम लोग दिव्य स्वभाव के हम लोग भागी है. അപ്പോൾ നമുക്ക് ആ ദിവ്യ സ്വഭാവത്തിൽ ആ ഈശ്വരീയ സ്വഭാവത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ 100% പ്രതിഫലം. हम लोग वो दिव्य स्वभाव में हमें जो भी कार्य करने वाला बातों को हम उस बात में हमें पक्का हमको प्रतिफल मिलेगा. വെള്ളി നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പിനെ, और चांदी जो है वो हमारे मुक्ति को दिखाता है. അപ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ആ അനുഭവത്തിലൂടെ ചെയ്യുന്ന ആ വീണ്ടെടുപ്പിൻ അനുഭവത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലം. और हम लोग मुक्ति के आधार पर जब प्रभु ने हमको जो मुक्ति दिया उसके आधार पर बोध्य पर जो भी कार्य करता है उसको प्रतिफल है. വിലയേറിയ കല്ല് കാണിക്കുന്നത് നമ്മളെല്ലാവരും എന്തായിരുന്നു, വെറും കഷ്ണങ്ങൾ അല്ലെ പൊടിയായിരുന്നു. എന്നാൽ നമ്മള് ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയപ്പെടുക. നമ്മള് 1 പത്രോസ് 2:4-5 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. हम लोग पहला पत्रोस 2:4 और 5 में पढ़ते हुए आधार पर हम देखते हैं कि हम लोग एक समय में क्या थे, हम लोग केवल मिट्टी थे, लेकिन हम लोग भी जीवित पत्थर बनने के लिए वो जीवित पत्थर जो प्रभु यीशु मसीह के पास आकर उस पत्थर के साथ जुड़ने की वजह से हम भी जीवित पत्थर बन गए ताकि उसका बांध काम में हम लोग फायदा हो सके. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു അവസ്ഥ. उस तरह प्रभु के हाथों में बने रहकर प्रभु में ही हमें बढ़ने का एक अवस्था. മറ്റൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ एक दूसरा अर्थ में कहा तो ഈ സ്വർണവും വെള്ളിയും കല്ലും എപ്പോഴും മണ്ണിനടിയിലാണ് മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. और सोना, चांदी और ये बहुमूल्य पत्थर जो है वो हमेशा मिट्टी के अंदर रहता है, छुपा हुआ अवस्था में रहता है. എന്ന് പറഞ്ഞാൽ यानी कि നമ്മുടെ എല്ലാ രഹസ്യ പ്രവർത്തനങ്ങൾക്കും കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തണമെന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ രഹസ്യ പ്രവർത്തനങ്ങൾക്കും നമുക്ക് നിത്യത്തിൽ വലിയ പ്രതിഫലമുണ്ട്. मतलब हमारा वो सारा रहस्य कार्य, वो जो रहस्य में हमने प्रभु के महिमा के लिए हमने जो भी कार्य किया, जो रहस्य में किया, वो सब बातों में अनंतता के लिए उसका फायदा रहेगा, उसको प्रतिफल मिलेगा. അത് നമ്മൾ രഹസ്യമായി ആർക്കെങ്കിലും നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിൽ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. वो शायद रहस्य में हम लोग प्रभु का प्रेम में विवश होकर किसी को मदद किया रहेगा. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കാം. हम लोग शायद रहस्य में प्रार्थना किया रहेगा. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ മറ്റുള്ളവരെ കാണിക്കാതെ മറ്റുള്ളവരൊന്നും പ്രശംസ പറ്റാതെ ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങൾക്കും
നിത്യതയിൽ നമുക്ക് വലിയ പ്രതിഫലമുണ്ട്. यानी कि रहस्य में हमने जो भी बातें किया, जो दूसरों को दिखाने के लिए, दूसरों में इज्जत कमाने के लिए नहीं, लेकिन रहस्य में कर हमने अपने आप में रखकर किसी को ना बताते हुए जो भी कार्य प्रभु के महिमा के लिए, राज्य की उन्नति के लिए किया, वह सब बातों का प्रतिफल है. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ നമ്മൾ വിലയിരുത്തണം. इसके लिए हम जो भी कार्य करते हैं उसको मूल्य समझना है. അപ്പോൾ ഇവിടെ പറയുന്ന ഈ സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലും എന്നുള്ളത് തീയിലൂടെ കടന്നു പോകുമ്പോൾ അവ നശിക്കുന്നില്ല. और ये सोना चांदी बहुमूल्य पत्थर जब ये आग से जब जाता है तो वो खत्म नहीं होता. അതൊന്നും കൂടെ അത് വിളങ്ങുകയും തിളങ്ങുകയും അതൊന്നുകൂടെ വിലയേറിയതുമായി മാറുകയും, बल्कि वो और चमकने लगता है और शोभामय होता है और प्रकाशित होता है, അത് വളരെ പ്രതിഫലത്തിന് കാരണമായി മാറുക. और वो ज्यादा प्रतिफल का कारण बनता है. അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ശോധനയിൽ എന്റെ പ്രവർത്തികൾ എനിക്ക് അത് നിത്യത്തിൽ പ്രതിഫലമായി മാറുമെന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടോ? तो इसके लिए आज हमारा जो भी कार्य है वो अनंतता में एक प्रतिफल मिलने का कारण का अवस्था में रहेगा. क्या इस बात का बोध है क्या? എന്നിട്ട് വീണ്ടും 3 വസ്തുക്കളെ കുറിച്ച് और പറയുന്നത്, फिर उसके बाद 3 वस्तुओं के बारे में कहा गया है. അത് മരവും പുല്ലും വൈക്കോലുമാണ്. और वो क्या है? लकड़ी, घास और फूस. लकड़ी, घास, फूस. पूसा അല്ലെ? അപ്പോൾ ഇവിടെ നമുക്ക് മരം എന്ന് പറയുന്നിരിക്കുന്നത് നമ്മുടെ മനുഷ്യ സ്വഭാവത്തെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാണനിലൂടെ നമുക്ക് നല്ലതായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ചെയ്തു പോകുന്നു. നമ്മൾ വിചാരിച്ചത് ഇത് ദൈവാത്മപ്രേരിതമാണ്. നോ, ഈ ആത്മാവിന്റെ പ്രവൃത്തിയും പ്രാണന്റെ പ്രവൃത്തിയും ചിലപ്പോഴൊക്കെ ഒരുപോലെ നമുക്ക് തോന്നും. तो वो लकड़ी जो क्या है वो मनुष्य का प्राण का स्वभाव को दिखाता है. वो अधिकतर लोग मनुष्य ये गलतफहमी में बैठ जाते हैं कि मैंने मेरा जो आग्रह और जो मेरे प्रभु के लिए जो कार्य किया है वो हम लोग प्रभु के आत्मा से प्रेरणा से किया है करके बोलकर एक गलतफहमी में जीता रहेगा, क्योंकि जबकि वास्तव में वो मेरा प्राण का इच्छा रहता है. क्योंकि आत्मिक का इच्छा और वो प्राण का इच्छा में बहुत से बातें समानता देखने की वजह से ये प्रभु ने किया है बोलकर गलतफहमी में जीने लगते हैं. ഇന്ന് നമുക്കറിയാം, ഇന്ന് വിശ്വാസികളെക്കാളും നല്ല രീതിയിൽ ജീവിക്കുന്ന രക്ഷിക്കപ്പെടാത്ത അനേക മനുഷ്യരുണ്ട്. आज हम लोग विश्वासियों से भी ज्यादा उत्तम और भक्ति पूर्वक जीने वाला जो उद्धार नहीं पाए हुए लोग जी रहे हैं. അവർ ഒരുപാട് സത്കർമ്മങ്ങളൊക്കെ ചെയ്യും, അവർ സോഷ്യൽ വർക്ക് ഒരുപാട് ചെയ്യും, അവർ മറ്റുള്ളവരെ സഹായിക്കും. അവരുടെ പ്രവർത്തികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുമ്പിൽ നമ്മുടെ പ്രവർത്തനം ഒന്നുമില്ല എന്ന് തോന്നി നമുക്ക് ലജ്ജിക്കേണ്ടി വരാം. तो वो लोग बहुत अच्छा कार्य करते हैं, बहुत मदद करते हैं, समाज में बहुत लोग मदद करते हैं, दान करते हैं. ये सब बातें, उनका बातें देखकर शायद हमें लज्जा आ सकता है. എന്നാൽ അതുകൊണ്ടൊന്നും അവര് നീതിമാന്മാരാകുകയോ സ്വർഗത്തിൽ പോവുകയോ സ്വർഗത്തിന്റെ അവകാശികളാകുകയോ തീരുന്നില്ല. लेकिन ये सब कार्य करने की वजह से कभी धर्मी नहीं ठहराया नहीं जाएगा, कभी लोग स्वर्ग में नहीं जाएंगे. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ആർക്കും ഇത് ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെ നമ്മൾ വളരെ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. तो इसके लिए हम लोग भले ही हम लोग अनुग्रह से हम लोग उद्धार पाए, हमारे क्रिया से नहीं, लेकिन उद्धार पाने के बाद हमारा हर एक क्रिया है प्रभु के सामने मूल्य है, उसका हमें मूल्य समझना है. നമ്മൾ എന്ത് ചെയ്യുന്ന അനേക കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ സുവിശേഷം പറയുന്നതായിരിക്കാം, നമ്മൾ എന്തെങ്കിലും കർത്താവിന്റെ നാമത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കാം. അതെല്ലാം ആത്മപ്രേരണയിൽ നമുക്ക് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അല്ല, നമ്മൾ പ്രാണനിലൂടെ നമ്മുടെ ദേഹിയിലൂടെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. तो हमें विश्वासी हो जाने के बाद हमारा जो भी क्रिया करते हैं, चाहे सुसमाचार हम बोलते हैं या दूसरों को मदद करते हैं, ये सब बातें हम करते हैं समय में प्रभु के महिमा के लिए आत्मा के नियंत्रण में कर रहा है कि नहीं, हमें देखना है. क्योंकि बहुत बार ये सेम बातें हम अपने प्राण के बलबूते में भी कर सकते हैं. അങ്ങനെ ചെയ്തതിനൊന്നും പ്രതിഫലമില്ല. ऐसा करेगा तो उसको कुछ भी प्रतिफल नहीं है. അപ്പോൾ ഇവിടെ മരം എന്ന് പറയുന്നതെല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ പ്രശംസയ്ക്ക് വേണ്ടി ഇപ്പം തന്നെ ഒരു പ്രസംഗിക്കുന്നു, ആൾക്കാർ എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരെല്ലാവരും സന്തോഷിക്കണം, അവരതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കുക. तो इसके लिए अभी देखो, अभी लकड़ी का स्वभाव मतलब वो व्यक्ति का स्वभाव को दिखाता है. मतलब एक प्रचारक जब वो प्रचार करते समय में उसका इच्छा क्या रहता है, सब लोग मेरा तारीफ करना है, सब लोग मुझे आकर बोलना है देखो कितना अच्छा मैंने प्रचार किया बोलकर इस तरह का भावना रखना. मतलब वो व्यक्ति अभी वो खुद ही प्रशंसा ले रहा है. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കത്തിപ്പോകും. तो ये ऐसा सब स्वभाव की बात है, सब जल जाएगा. ലോകം മുഴുവൻ അവരെ പ്രശംസിക്കുന്നുണ്ടാവും, संसार शायद पूरा संसार उसका शायद तारीफ करेगा, പക്ഷെ നിത്യതയിൽ അവർക്ക് ഒരു പ്രതിഫലമില്ല. लेकिन अनंतता में उनको कोई प्रतिफल नहीं रहेगा. അപ്പോൾ അതാണ് മരം. तो वो है लकड़ी. പിന്നെ നമ്മൾ വായിക്കുന്നത് പുല്ല്. फिर है घास. പുല്ല് എന്ന് പറഞ്ഞാൽ അവൻ വെറും ജഡീകനാണ്. तो मतलब वो घास मतलब एकदम शारीरिक है. ആ ജഡത്തിൻ്റെതായ ആഗ്രഹങ്ങളിലാണ് അവൻ ഓരോ ആത്മീയതയുടെയും അഭിനയം നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചത്. तो वो सब शरीर
शरीर के अभिलाषा के अंदर शरीर के जीवन में जीकर वो सब आत्मिक बातों का ढोंग कर कर वो जिया അവൻ ജീവിതത്തിൽ എപ്പോഴും ഒരു ജഡികനായി അവൻ പ്രവർത്തിച്ചു, ജഡികനായി ജീവിച്ചു. ആ ജഡത്തിൽ നിന്നും അവന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അവൻ ആത്മീയം എന്ന് പറഞ്ഞുകൊണ്ട് പലതും ചെയ്തു. और तो उसने वो हमेशा अपने शारीरिक अभिलाषा को पूरा किया, शारीरिक इच्छा को उसने पूरा किया. वो शारीरिक इच्छा को पूरा करते समय में मैं आत्मिक बातें कर रहा हूँ बोलकर इस तरह का बातें कर कर वो जिया. മൂന്നാമത്തേതാണ് വൈക്കോൽ. और तीसरा है भूसा. വൈക്കോൽ എന്ന് പറഞ്ഞാൽ ജീവനില്ലായ്മയെ കാണിക്കുന്നത്. ജീവനില്ല. भूसा मतलब उसमें कोई जीवन नहीं है. അപ്പോൾ ആ പിന്നെ ദൈവിക ജീവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. मतलब परमेश्वर के जीवन के साथ कुछ भी रिश्ता नहीं है. അങ്ങനെയുള്ള അനുഭവത്തില് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. तो इस तरह का अनुभव में जीकर अपने इच्छा को पूरा किया. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അതാണ്. तो इससे इधर हमें समझने वाला मूल्य बात वही है. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിന്റെ ന്യായാസനത്തിൽ നമുക്ക് നേട്ടമുണ്ടാകുമോ അതോ നഷ്ടമുണ്ടാകുമോ എന്ന് മനസ്സിലാക്കണം. तो इसके लिए प्रभु के न्याय के दिन में हमारा फायदा होगा या हमको हानि उठाना पड़ेगा, ये बात हमको देखना है. നമ്മൾ ഒരിക്കലും നമ്മുടെ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാകാൻ പാടില്ല, നമ്മൾ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. तो हम लोग जैसा इब्रानियों का पुस्तक में पढ़ा, हम लोग कभी भी नाश के लिए पीछे हटने वाले लोग नहीं है, बल्कि प्राणों को उद्धार को बचाकर आगे बढ़ने वाले लोग हैं. എന്ന് പറഞ്ഞാൽ അവിശ്വാസിയോടുള്ള ഒരു ഭയനിർദ്ദേശമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. तो मतलब यहाँ पर एक अविश्वास का एक अवस्था को वहां पर देखते हैं. അവർക്ക് സഹസ്രാബ്ദ ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടാകും. उनको आने वाले युग में बहुत बड़ा नुकसान उठाना पड़ेगा. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. सर एक और बात मैं आपको याद दिलाना चाहता हूँ. അതേ എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാം വാക്യം. इब्रानियों 10:35, Hebrews 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. पढ़ेंगे. इसलिए अपना हियाव न छोड़ो क्योंकि उसका प्रतिफल बड़ा है. आमीन. അപ്പോൾ നമുക്ക് പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. इसके लिए हमें अपने हियाव को कभी ना ठुकराए. നമുക്ക് അനേക പ്രതികൂലങ്ങൾ കടന്നു വരാം. हमें बहुत सारा परिस्थितियां जो हमारे विरुद्ध है आएगा. എന്നാൽ അവിടെയൊന്നും നമ്മുടെ ധൈര്യം നമ്മൾ തള്ളിക്കളയരുത്. उधर कभी भी हमारे हियाव को हम ना छोड़े. നിത്യതയുടെ ദർശനത്തിൽ വേണ്ട എല്ലാം ചെയ്യുവാൻ, अनंतता का दर्शन में ही सब बातों को करे. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ കർത്താവ് വന്നാൽ, अगर आज का दिन प्रभु आया तो നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമോ? क्या आनंद से हम लोग प्रभु का सामना कर पाएंगे क्या? 1-ാം നൂറ്റാണ്ടിലുള്ള വിശുദ്ധന്മാരെ എപ്പോഴും കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. ഇന്ന് എത്ര പേർക്ക് അത് പറയാൻ കഴിയുന്നുണ്ട്? पहला सप्ताह में जीने वाला, प्रेरितों के समयों में जीने वाला विश्वासी लोग जब भी वो लोग एक दूसरे को देखते थे, मारा नाता करके बोलकर वो लोग एक दूसरे को देखकर ग्रहण करके वो लोग गले लगाते थे. बोले हमारा प्रभु जल्दी आने वाला है, तुरंत आने वाला है, इस आशा में वो लोग जीने वाले लोग थे. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് അങ്ങനെ ചോദിച്ചു. ഞാൻ വളരെ സന്തോഷം പറഞ്ഞു, സഹോദരി അങ്ങനെയാ പറയേണ്ടത്, എപ്പോഴും എല്ലാവരും അങ്ങനെ പരസ്പരം കാണുമ്പോൾ പറയേണ്ടത് ഏറ്റവും നല്ലതാണ്. കാരണം ഇത് ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ പരസ്പരം കാണുമ്പോൾ പറയുന്ന ഒരു വാക്കായിരുന്നു. गए दिनों में एक बहन ने मुझसे पूछा क्या मैं मारा नाता बोलेगा चलेगा क्या? तो मैंने वो बहन को एकदम आनंद से उत्तर दिया, हाँ बहन हमको यही बोलना है, आपस में हमको यही करना है. क्योंकि पहला सप्ताह के विश्वासी लोग जब भी एक दूसरे को मिलते थे, पहला शब्द उनका वही था. കാരണം അവർക്കറിയാം നമ്മുടെ കർത്താവ് വേഗം വരുന്നു. क्योंकि वो लोग जानते थे कि हमारा प्रभु जल्दी आएगा. ആ പ്രത്യാശയുള്ളൊരു ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനെ കാണുമ്പോൾ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖമൊക്കെ ഓടിപ്പോകും. क्योंकि यही आशा में रहते समय में जब एक भाई दूसरा भाई को मिलकर वो भाई को देखकर मारा नाता करके बोलेगा, तो वो सुनने वाला भाई शायद कोई तकलीफ या दुख में जाता रहेगा, लेकिन मारा नाता सुन लिया तो क्या होगा, उसका सारा क्लेश हट जाएगा, क्योंकि उसके अंदर आशा है मेरा प्रभु जल्दी आ रहा है. ഇവിടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളൊരു മർമ്മമാണ് ലോകത്തിന് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. കൊളോസ്യർ 1:27 നിങ്ങൾക്കറിയാം. कोलोस्सय 1:27 हम सब जानते हैं कि महिमादायक प्रभु यीशु मसीह है, वो सब हमारे अंदर आशा से बना हुआ, वो हमारे अंदर बसा हुआ है. ये बात संसार नहीं जानता, ये सिर्फ विश्वासी जानते हैं. ഇന്ന് യഥാർത്ഥത്തിൽ വിശ്വാസികളെ പോലും കർത്താവിനെ അറിയുന്നില്ല, വിശ്വാസികളെ അറിയുന്നില്ല. അങ്ങനെ ലോകത്താണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. लेकिन आज हम लोग ऐसा समय में जी रहे हैं जहाँ पर लोग प्रभु को भी नहीं जानते और उनके विश्वासियों को भी नहीं जानने वाला ऐसा अवस्था में एकदम नीच दुनिया में हम जी रहे हैं. ആ ശബ്ദം നിങ്ങളെ ഓർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. वो वाक्य मैं याद दिलाना खाली चाहता हूँ.
നമ്മള് 1 യോഹന്നാൻ 3-1 വാക്യത്തിന്റെ അവസാനമാണ് ആ ഭാഗത്ത്, അത് എല്ലാവരും അത് ശ്രദ്ധിക്കാറില്ല. पहला यूहन्ना 3 का पहला वाक्य के आखिरी भाग में बहुत लोग ये वाक्यों को नहीं ध्यान देते. ആദ്യ ഭാഗമൊക്കെ പറയുന്നത് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു, അവിടെ പറഞ്ഞു നിർത്തും. तो बहुत लोग देखो हम लोग परमेश्वर के संतान है, हम लोग कितना भाग्य हो चुका है करके, और हम लोग वैसा ही है करके हम लोग बोल को उतना ही पढ़कर हम लोग रोक देते हैं. എന്നാൽ അടുത്ത ഭാഗം കൂടെ ഉണ്ട് മക്കളുണ്ട്, ഇച്ചിയുടെ ബാക്കിയുണ്ട്. लेकिन वो वाक्य उधर खत्म नहीं होता, उसमें और भी लिखा है. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. पढ़ेंगे. इस कारण संसार हमें नहीं जानता, क्योंकि उसने उसे भी नहीं जाना. हाँ, संसार उसे नहीं जानने की वजह से हमें भी नहीं जानता. ഇന്നും ഈ കർത്താവിനെ വേണ്ടുമ്പോഴോ അറിയുന്നുണ്ടോ? आज क्या हम लोग सही रीति से प्रभु को जान पा रहे हैं क्या? ഇന്ന് കർത്താവിന്റെ ജനമായിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര ഭയങ്കരമാണ്. तो आज हम लोग मसीही है करके बोलते हैं, लेकिन मसीह को ही अगर हम नहीं जाने तो वो कितना दुखी वाला बात है. Praise the Lord. നമ്മൾ നമ്മുടെ കർത്താവിനെ അറിയുന്നുണ്ടോ? क्या हम लोग प्रभु को जानते हैं क्या? അവിടുത്തെ അറിയേണ്ടത് കൊണ്ടും അറിയാൻ കഴിയുന്നുണ്ടോ? उनको जिस रीति से हमें जानना चाहिए उस अर्थ में हम जान रहे हैं क्या? അത് അറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജയാളിയായിട്ട് ജീവിക്കാൻ കഴിയും. वो बात जान लिया तो ही सही रीति में एक विजय होकर हम जी पाएंगे. അതിനാണ് ദൈവം ഈ അവസരങ്ങൾ നമുക്ക് നൽകുന്നത്. उसीलिए तो प्रभु हमको ये सब मौका दे रहा है. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हमको सहायता करे. കർത്താവിന്റെ കൃപ എല്ലാവരും കൂടി, प्रभु का अनुग्रह हम सब में बसा रहे. आमीन.